الرحيم إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സഹോദരങ്ങളെ, പ്രിയമുള്ള കുട്ടികളെ, ഇമാം അബൂബക്കർ ഇബ്നു അബി ദാവൂദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഹായിയ എന്നറിയപ്പെടുന്ന കവിതയാണ്, അതിന്റെ വിശദീകരണമാണ് ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ ഈ മജ്ലിസുകളിൽ നമ്മൾ പഠനം ആരംഭിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ സ്വീകരിക്കുന്ന ഒരു സൽക്കർമ്മമായി ഈ മജ്ലിസുകളെ ആക്കി തീർക്കുമാറാകട്ടെ. ആമീൻ. ഈ കവിത ഹായിയ, മന്ദൂമത്തുൽ ഹായിയ, ഇതിലെ വിഷയം അഖീദയാണ്, വിശ്വാസമാണ്. നമ്മുടെ ദീനിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് നമ്മുടെ വിശ്വാസമാണ്, നമ്മുടെ അഖീദ. അത് ശരിയായെങ്കിൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ സ്വീകരിക്കപ്പെടുകയുള്ളൂ. ഇസ്ലാം അതിന്റെ അടിത്തറ യഥാർത്ഥത്തിൽ അതിലെ വിശ്വാസമാണ്. അത് നേരായില്ല എങ്കിൽ, അതിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ സംഭവിച്ചാൽ അതിന് മുകളിൽ പടുത്തുയർത്തപ്പെടുന്ന പ്രവർത്തനങ്ങൾ പൊളിഞ്ഞുപോകും. അതുകൊണ്ടാണ് നോക്കൂ, അള്ളാഹുവിന്റെ നബിമാരെല്ലാം അതിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുത്തത്. നബിമാരുടെ വാക്കായ ഖുർആനിൽ അള്ളാഹു ആവർത്തിച്ചു പറഞ്ഞത് നമുക്ക് കാണാം. യാ ഖൗമി അബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. യാ ഖൗമി, ഓ എന്റെ ജനങ്ങളെ, അബ്ദുല്ലാഹ്, അള്ളാഹുവിനെ ആരാധിക്കുക നിങ്ങൾ. മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, നിങ്ങൾക്ക് അവനല്ലാതെ മറ്റൊരു ഇലാഹില്ല. അള്ളാഹു അല്ലാതെ നിങ്ങളുടെ ആരാധനകൾക്ക് അർഹനായി മറ്റൊരുവനില്ല. മുസ്ലിമും കാഫിറും യഥാർത്ഥത്തിൽ വേർതിരിയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? യഥാർത്ഥത്തിൽ അവർ ആദ്യം വേർതിരിയുന്നത് അവരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ല എങ്കിൽ ചില ആളുകളെങ്കിലും മുസ്ലിമീങ്ങൾ ചെയ്യുന്ന നന്മകൾ, അള്ളാഹുവിന്റെ റസൂലുകൾ പഠിപ്പിച്ച നന്മകൾ ചെയ്യുന്ന, എന്നാൽ അള്ളാഹുവിലോ അവന്റെ റസൂലിലോ വിശ്വസിക്കാത്തവർ ഉണ്ടാകും. എവിടെയാണ് ഈ മുസ്ലിമും കാഫറും വേർതിരിയുന്നത്? അവരുടെ വിശ്വാസത്തിന്റെ കാര്യത്തിലാണ്. വിശ്വാസമില്ലേ പ്രവർത്തനങ്ങളുടെ സ്ഥിതി എന്താണ്? ഖുർആനിൽ അല്ലാഹു പറഞ്ഞതുപോലെയാണ്, വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻഥൂറ. അല്ലാഹു പറഞ്ഞു, വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമൽ, അവർ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളിലേക്ക് നാം ചെല്ലും. ഫജഅൽനാഹു ഹബാഅൻ മൻഥൂറ, അതിനെ നാം പാളിപ്പോയ ധൂളികൾ കണക്കാക്കി തീർക്കും. ഹബാഅൻ മൻഥൂർ എന്നതിന് നൽകപ്പെട്ട ഒരു വിശദീകരണമാണ്. വൈകുന്നേരങ്ങളിൽ അരിച്ചു വരുന്ന വെയിലിലേക്ക് നോക്കിയാൽ നമുക്ക് അതിൽ ഇങ്ങനെ പൊടിപടലം കാണും. കണ്ടിട്ടില്ലേ നിങ്ങൾ? വൈകുന്നേരങ്ങളിൽ വരുന്ന നേർത്ത വെളിച്ചത്തിലേക്ക്, സൂര്യപ്രകാശത്തിലേക്ക് നോക്കിയാൽ ഇങ്ങനെ ഒരു തരം പൊടിപടലം കാണാം. അതുപോലെ അള്ളാഹു പ്രവർത്തനങ്ങളെ ആക്കി തീർക്കുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. പ്രവർത്തനങ്ങളൊന്നും പ്രയോജനപ്പെടുകയില്ല യഥാർത്ഥ വിശ്വാസമില്ല എങ്കിൽ.
നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ കുടുംബത്തിൽപ്പെട്ട ജാഹിലിയത്തിൽ ജീവിച്ചു മരിച്ച ഇബ്നു ജുദആൻ, അബ്ദുല്ലാഹ് ഇബ്നു ജുദആൻ എന്നയാളെക്കുറിച്ച് ചോദിച്ച ഒരു കാര്യമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയെ, ഇബ്നു ജുദആന്റെ സ്ഥിതി എന്താണ്? അയാൾ പണ്ട് ജാഹിലിയത്തിൽ കുടുംബബന്ധം ചേർത്തിരുന്ന, അടിമകളെ മോചിപ്പിച്ചിരുന്ന, അങ്ങനെ നന്മകളൊക്കെ ചെയ്തിരുന്ന, സമൂഹത്തിന് സേവനം ചെയ്തിരുന്ന ഒരാളായിരുന്നു. ഫഹൽ ദാലിക നാഫിഉ, ആ ചെയ്ത പ്രവർത്തനങ്ങൾ അയാൾക്ക് ഉപകരിക്കുമോ? ആൾ മരിച്ചുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ, അത് പ്രയോജനപ്പെടുകയില്ല. ഇന്നഹു ലം യഖുൽ യൗമൻ റബ്ബി ഇഗ്ഫിർ ലി ഖതീഅതി യൗമദ്ദീൻ. അയാൾ ഒരിക്കൽ പോലും തന്റെ ജീവിതത്തിൽ അള്ളാഹുവിനോട് തേടിയിട്ടില്ല, അള്ളാഹുവെ, വിചാരണയുടെ നാളിൽ യൗമുദ്ദീനിൽ നീ എനിക്ക് എന്റെ പാപങ്ങൾ പുറത്തു തരണേ. നരകത്തിൽ നിന്ന് അയാൾ കാവൽ തേടിയിട്ടില്ല. അയാൾക്ക് അതേക്കുറിച്ച് വിശ്വാസമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നോക്കൂ, പ്രവർത്തിച്ച പ്രവർത്തനങ്ങളെല്ലാം പൊളിഞ്ഞുപോയിരിക്കുന്നു. കാരണം വിശ്വാസ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ അത് സ്വീകരിക്കപ്പെടുകയില്ല. അവരുടെ പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം അള്ളാഹു ഈ ലോകത്ത് വെച്ച് തന്നെ തികച്ചു കൊടുക്കും. അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു അനുഗ്രഹത്തിന് പകരം അവർ ചെയ്ത മുഴുവൻ പ്രവർത്തനങ്ങളും കൊണ്ടുവച്ചാലും അത് പകരമാവുകയില്ല. അത്രയും വലുതാണ് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ. നോക്കൂ, അതുകൊണ്ട് കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടണോ, വിശ്വാസം അത് നേരെയായിരിക്കണം, അല്ലായെങ്കിൽ പ്രവർത്തനങ്ങൾ പൊളിയും. ولقد أوحي إليك وإلى الذين من قبلك لئن أشركت ليحبطن عملك ولتكونن من الخاسرين. നബിയെ, താങ്കൾക്കും മുൻപുള്ള നബിമാർക്കും വഹി നൽകിയ കാര്യമാണ്. അള്ളാഹുവിന്റെ വഹിയായി ലഭിച്ചിരിക്കുന്നു എന്ത്? ലئن أشركت ليحبطن عملك. താങ്കളെങ്ങാനും അള്ളാഹുവിൽ പങ്കുചേർത്താൽ ലയഹ്ബطن عملك, പ്രവർത്തനങ്ങൾ മുഴുവൻ തകർന്നു പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നഷ്ടക്കാരുടെ കൂട്ടത്തിൽ താങ്കൾ അകപ്പെട്ടുപോകും. ഇതുകൊണ്ടാണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം സുദീർഘമായ വർഷങ്ങൾ ജനങ്ങൾ അഖീദ പഠിപ്പിക്കാൻ, വിശ്വാസം അവരുടേത് നേരെയാക്കാൻ മാറ്റിവെച്ചത്. ഇസ്ലാമിലെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം അമൽ ഏതാണ്? പ്രവർത്തനങ്ങൾ നിസ്കാരമാണ്. ആ നിസ്കാരം പോലും 5 നേരത്തെ നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നിർബന്ധമാക്കിയത് ഇസ്റാ മിഅറാജിന്റെ രാത്രിയിലാണ്. ഇസ്റാ മിഅറാജ് നടന്നത് ധാരാളം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക കാലഘട്ടത്തിന്റെ അവസാനത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജറ പോകുന്നതിന് അടുപ്പിച്ച് മക്ക കാലഘട്ടത്തിന്റെ അവസാനം അത്രയും വർഷങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് എന്താണ് പഠിപ്പിച്ചത്? നിസ്കരിക്കാനാണ്, വിശ്വാസം നേരെയാക്കാനാണ്. നിസ്കാരം പോലും അതിനുശേഷം മാത്രമാണ്. സുബ്ഹാനല്ലാഹ്. മദ്യം എത്ര ദുഷിച്ച തിന്മയാണ്. ഉമ്മുൽ ഖബായിസ് എന്നതിനെ കുറിച്ച് പറയപ്പെട്ടിട്ടുണ്ട്. തിന്മകളുടെ എല്ലാം മാതാവ്. ഒരുപാട് തിന്മയിലേക്ക് നയിക്കുന്ന വലിയ തിന്മയാണ് മദ്യം എന്ന് പറയുന്നത്. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിൽ അത് വിലക്കപ്പെട്ടത് മക്ക കാലഘട്ടം മുഴുവൻ കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മദീനയിലെത്തിയ ശേഷം, മദീനയിലെത്തിയിട്ടും വീണ്ടും കാലം കഴിഞ്ഞിട്ടാണ്. അവിടെയാണ് അത് വിലക്കപ്പെടുന്നത്. അത്രയും കാലം വിശ്വാസം നേരെയാക്കുകയായിരുന്നു. അതുകൊണ്ടാണ് നോക്കൂ, ആ വിശ്വാസം അഖീദ ഉറച്ചപ്പോൾ മദ്യ വിലക്കിയ ആയത്തിറങ്ങിയപ്പോൾ അത് ഉപേക്ഷിക്കാൻ അവർക്കൊരു പ്രയാസവും തോന്നിയില്ല. അവരത് വലിച്ചെറിഞ്ഞു. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങാനും ജനങ്ങളോട് ആദ്യം അത് വിലക്കിയിരുന്നുവെങ്കിൽ അവരാരും അനുസരിക്കുമായിരുന്നില്ല. വിശ്വാസം അത് ഉറപ്പിച്ചു എന്ന് മാത്രമല്ല, സൽ പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത് വിശ്വാസത്തിലൂടെയാണ്. ഒരാളുടെ അമൽ നന്നാകണോ, യഥാർത്ഥത്തിൽ അവന്റെ വിശ്വാസം നന്നായാലാണ് അത് നന്നാവുക. യഥാർത്ഥത്തിൽ നിലനിൽക്കുന്ന അമൽ. നോക്കൂ, അള്ളാഹു അതിന് ഉദാഹരണം പറഞ്ഞത് അലം തറ കൈഫ ضرب الله مثلا كلمة طيبة كشجرة طيبة أصلها ثابت وفرعها في السماء
تؤتي أكلها كل حين بإذن ربها ويضرب الله الأمثال للناس. നോക്കൂ, നല്ല ഒരു കാര്യത്തിന്റെ ഉദാഹരണം ഒരു നല്ല മരം പോലെയാണ്. അതിന്റെ വേര് ഉറച്ചിരിക്കുന്നു, അതിന്റെ ശിഖരങ്ങൾ മുകളിലേക്ക് ഉയർന്നിരിക്കുന്നു, അത് അതിന്റെ ഫലങ്ങൾ ആളുകൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു ഓരോ സമയത്തായിക്കും. മുഅ്മിനിന്റെ ഉദാഹരണമാണത്. അവന്റെ വിശ്വാസം മരത്തിന്റെ വേരുപോലെ ഉറച്ചിരിക്കുന്നു, അവന്റെ നന്മകൾ ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു, അവന്റെ സക്കാത്തും സദഖയും സതുപദേശങ്ങളും നല്ല സഹവാസവും അവന്റെ നസീഹത്തുകളും എല്ലാം. എന്നാൽ വിശ്വാസമില്ലേ, മോശമായ വിശ്വാസത്തിന്റെ ഉദാഹരണം ومثل كلمة خبيثة كشجرة خبيثة اجتثت من فوق الأرض ما لها من قرار. ഭൂമിയിൽ നിന്ന് പിഴുതെറിയപ്പെട്ട ഒരു മോശം മരത്തിന്റെ ഇതുപോലെയാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൽ വിശ്വാസം ഒരുവനില്ല എങ്കിൽ പിന്നെന്തിനാണ് അവൻ നന്മകൾ ചെയ്യുന്നത്? ഒരു പരലോകം ഒരുവൻ പ്രതീക്ഷിക്കാനില്ല എങ്കിൽ എന്തിനാണ് അവൻ നീതി പാലിക്കുന്നത്, നന്മ ചെയ്യുന്നത്? അപ്പോൾ വിശ്വാസമാണ് യഥാർത്ഥത്തിൽ നമ്മെ നന്മയിലേക്ക് നയിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ആലോചിച്ചു നോക്കൂ. നിങ്ങൾ, ഇസ്ലാമാണ് യഥാർത്ഥത്തിൽ എല്ലാ നന്മകളും പഠിപ്പിച്ചത്, തിന്മകളെല്ലാം വിലക്കിയത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മുസ്ലിം, അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവൻ ഒരു തിന്മ ചെയ്താൽ, ഒരു മോശമായ കാര്യം പ്രവർത്തിച്ചാൽ ഒരാളും വരരുത് അതിന്റെ പേരിൽ ഇസ്ലാമിനെ കുറ്റം പറയാം. കാരണം ഇസ്ലാം അത് വിലക്കിയിട്ടാണുള്ളത്. ഇതെന്ത് നീതിയാണ്? ഞാൻ വിലക്കിയ ഒരു കാര്യം, ഞാൻ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ഒരാൾ ചെയ്തത് നിങ്ങളെങ്ങനെ എന്നെ കുറ്റം പറയും? ഞാൻ വിലക്കിയ ഒരു കാര്യം മറ്റൊരാൾ ചെയ്തതിന് നിങ്ങൾ എങ്ങനെയാണ് എന്നെ കുറ്റം പറയുക? അല്ല, യഥാർത്ഥത്തിൽ ഒരുവൻ തിന്മ ചെയ്യുമ്പോൾ അവൻ മുസ്ലിമാണ് എങ്കിൽ പോലും തിന്മ ചെയ്യുന്ന സന്ദർഭത്തിൽ അവൻ അടുത്തു നിൽക്കുന്നത് ഇസ്ലാമിനോടല്ല, കുഫറിനോടാണ്. അടുത്തു നിൽക്കുന്നത് അതിനോടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസ്നി الزاني حين يزني وهو مؤمن ولا يسرق السارق حين يسرق وهو مؤمن. വ്യഭിചാരി മുഅ്മിനായിക്കൊണ്ട് വ്യഭിചരിക്കുകയില്ല, മോഷ്ടാവ് മുഅ്മിനായിക്കൊണ്ട് മോഷ്ടിക്കുകയില്ല. കാരണം ഇസ്ലാം അവനോട് അത് വിലക്കിയാണ് ചെയ്തിട്ടുള്ളത്. അവന്റെ ഈമാൻ യഥാർത്ഥത്തിൽ അവൻ അതിലേക്ക് നയിക്കുകയില്ല. അവൻ ആ ഈമാനിൽ നിന്ന് അകലുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവന് തിന്മ സംഭവിക്കുന്നത്. അതുകൊണ്ട് തിന്മകൾ കുഫറിന്റെ അതിലേക്കുള്ള വഴികളാണ്, അല്ലാതെ ഇസ്ലാമിലേക്കുള്ള വഴിയല്ല. കേട്ടിട്ടില്ലേ നിങ്ങൾ? പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, തിന്മകൾ ബരീദുൽ കുഫർ, അത് കുഫറിലേക്കുള്ള വഴിയാണ്. അള്ളാഹുവിനുള്ള വിശ്വാസം അവനിൽ കുറഞ്ഞു പോകുമ്പോൾ, പരലോകത്തെക്കുറിച്ചുള്ള ബോധം അവൻ കുറഞ്ഞു പോകുമ്പോഴാണ് അവൻ തിന്മകളിലേക്ക് പോകുന്നത്. അതുകൊണ്ട് വിശ്വാസമാണ് എല്ലാം നന്മയിലേക്ക് നയിക്കുന്നത്, തിന്മയിൽ നിന്ന് തടയുന്നത് വിശ്വാസമാണ്, നമ്മുടെ അഖീദയാണ്. ആ അഖീദയിൽ വളരെ പ്രധാനപ്പെട്ട, വളരെ വളരെ മുൻഗാമിയായ ഒരു മഹാനായ ഇമാമിന്റെ ഒരു മദ്ദൂമയാണ്, അദ്ദേഹം എഴുതിയ ഒരു കവിതയാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ഇസ്ലാമിക വിശ്വാസത്തിന്റെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വളരെ മനോഹരമായ വരികളിലൂടെ ഈ കവിതയിൽ ഇമാം അബൂബക്കർ ബിൻ അബി ദാവൂദ് റഹിമഹുല്ലാ പറഞ്ഞത് കാണാം. ഇതിന്റെ പ്രത്യേകതയാണ്, അദ്ദേഹം വിശ്വാസ കാര്യങ്ങൾ ഖുർആനിനോടും സുന്നത്തിനോടും യോജിക്കുന്ന പദങ്ങളിലൂടെ പറഞ്ഞു. എന്നാൽ കവിതയുടെ ഭംഗി നഷ്ടപ്പെട്ടതുമില്ല. വളരെ അത്ഭുതമാണ്. ചില ആളുകൾ ഖുർആനിലെയും സുന്നത്തിലെയും പദങ്ങളോട് യോജിച്ച് എഴുതാൻ ശ്രമിച്ചാൽ കവിതയുടെ ഭംഗി കുറഞ്ഞേക്കും. അതിന്റെ കവിതാഭംഗി, കാവ്യഭംഗി ചോരാതിരിക്കാൻ ചിലപ്പോൾ ഒന്ന് അതിരുവിട്ടാൽ പ്രയോഗങ്ങൾ പലതും ഖുർആനോടും സുന്നത്തിനോടും അത്ര യോജിക്കാത്ത, അതല്ലെങ്കിൽ ഖുർആനും സുന്നത്തിനും മര്യാദയായ, ഖുർആനോടും സുന്നത്തിനോട് യോജിച്ച മര്യാദകളില്ലാത്ത വാക്കുകളായി പോകും. രണ്ടുമില്ലാത്ത മനോഹരമായ ഒരു കവിതയാണ് അബൂബക്കർ ബിൻ അബി ദാവൂദ് റഹിമഹുല്ലാ എഴുതിയിട്ടുള്ള ഹായിയ എന്നറിയപ്പെടുന്ന ഈ കവിത. എന്തുകൊണ്ടായിരിക്കും ഹായിയ എന്ന് പേര് വന്നത്? എന്തുകൊണ്ടായിരിക്കും? ആര് പറയും? കവിതകൾ അതിലെ അവസാനത്തെ അക്ഷരത്തെ ആസ്പദമാക്കി പറയാറുണ്ട്, അത് ഇന്നതാണ്. ഉദാഹരണത്തിന് ഇബ്നുൽ ഖയ്യിമിന്റെ നൂനിയ, എന്താണ് അതിന്റെ വരികളെല്ലാം നൂനിലാണ് അവസാനിക്കുക. ഇവിടെ നോക്കൂ നിങ്ങൾ, ഇതിൽ ഒക്കെ അവസാനിക്കുന്നത് ഏത് അക്ഷരം കൊണ്ടാണ്? ഹ കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇത് ഹായിയ എന്ന് അറിയപ്പെട്ടിട്ടുള്ളത്. 33 വരികളാണ്
ഈ കവിതയിലുള്ളത്. ഇത് എഴുതിയത് മഹാനായ ഒരു ഇമാമാണ്, ഏറെ മുൻഗാമിയായ ഒരു പണ്ഡിതനാണ്, ഇമാം അബൂബക്കർ ഇബ്ൻ അബി ദാവൂദ് റഹിമഹുല്ലാഹ്. ഇദ്ദേഹത്തിന്റെ പിതാവ് അബൂദാവൂദ് ആരാണ്? ഇദ്ദേഹത്തിന്റെ പിതാവ് അബൂദാവൂദ് സുനൻ അബി ദാവൂദ് അതിന്റെ കർത്താവാണ്. 6 ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ അൽ കുതുബു സിത്ത എന്നറിയപ്പെടുന്ന 6 ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ ഉണ്ടല്ലോ. ഇമാം ബുഖാരിയുടെ സഹീഹ്, ഇമാം മുസ്ലിമിന്റെ സഹീഹ്, പിന്നെ അടുത്തതായി എണ്ണുക ഏതാണ്? അടുത്തതായി ആ 4 എണ്ണം എണ്ണുന്നതിനും ഒരു തർത്തീബ് പണ്ഡിതന്മാർക്കിടയിലുണ്ട്. പിന്നെ എണ്ണുന്നത് ഏതാ? അബൂദാവൂദിന്റെ സുനനാണ്. സഹീഹ് ബുഖാരി, സഹീഹ് മുസ്ലിം, സുനൻ അബി ദാവൂദ്, ജാമിഅ തിർമിദി, സുനൻ നസായി, സുനൻ ഇബ്നു മാജ. ഈ 4 ഗ്രന്ഥങ്ങൾ സഹീഹ് ബുഖാരി, സഹീഹ് മുസ്ലിം, സുനൻ അബി ദാവൂദ്, ജാമിഅ തിർമിദി, സുനൻ നസായി, സുനൻ ഇബ്നു മാജ. പൊതുവെ മൂന്നാമതായി എണ്ണാറുള്ളത് ആരുടെ സുനനാണ്? ഇമാം അബൂദാവൂദിന്റെ ആ സുനൻ ഹദീസുകൾ അതിൽ ക്രോഡീകരിച്ച ഇമാം അബൂദാവൂദിന്റെ മകനാണ് ആര്? ഈ കവിത എഴുതിയ അബൂബക്കർ ഇബ്നു അബി ദാവൂദ്. ഇമാം അബൂദാവൂദിന്റെ പേര് അബൂദാവൂദ് കുനിയത്താണ്, നിങ്ങൾക്കറിയാം. അബൂദാവൂദ് കുനിയത്താണ്. പേരെന്താണ്? സുലൈമാൻ ഇബ്നു അൽ അശ്അത്ത്. സുലൈമാൻ ഇബ്നു അശ്അത്ത് എന്നാണ് ഇമാം അബൂദാവൂദിന്റെ പേര്. അദ്ദേഹത്തിന്റെ മകനാണ് ഇദ്ദേഹം അബൂബക്കർ. അബൂബക്കറും കുനിയത്താണ്. അദ്ദേഹത്തിന്റെ പേര് അബ്ദുല്ലാ എന്നാണ്. അബ്ദുല്ലാഹ് ഇബ്നു അബി ദാവൂദ് അല്ലെങ്കിൽ അബ്ദുല്ലാഹ് ഇബ്നു സുലൈമാൻ ഇബ്നു അൽ അശ്അത്ത്, അബ്ദുല്ലാഹ് ഇബ്നു സുലൈമാൻ ഇബ്നു അൽ അശ്അത്ത് റഹിമഹുമല്ലാഹ്. ഹിജ്റ 230 ഇദ്ദേഹം ജനിച്ചത്. ഇമാം അബൂബക്കർ ബിൻ അബി ദാവൂദ് ജനിച്ചത് ഹിജ്റ 230 സിജിസ്ഥാൻ എന്നറിയപ്പെടുന്ന ഒരു നാട്ടിലാണ്. മരണപ്പെട്ടത് ഹിജ്റ 316 ഹിജ്റ 316. അപ്പൊ നോക്കൂ നിങ്ങൾ, അദ്ദേഹം ജീവിച്ച കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തോട്, സഹാബത്തിന്റെ കാലത്തോട്, താബിഈങ്ങളുടെ കാലത്തോട് എത്ര അടുത്താണ്. ഹിജ്റ 3ാമത്തെയും 4ാമത്തെയും നൂറ്റാണ്ടിലാണ് ഇദ്ദേഹം ജീവിച്ചത്. ഹിജ്റ 3ാമത്തെയും 4ാമത്തെയും നൂറ്റാണ്ടിൽ. ഹിജ്റ 230 ജനിച്ചു. അപ്പൊ ഹിജ്റ 3ാം നൂറ്റാണ്ടാണ്. ഹിജ്റ 316 മരണപ്പെട്ടു. ഹിജ്റ 4ാം നൂറ്റാണ്ടാണത്. അദ്ദേഹത്തിന്റെ പിതാവ് ഇമാം അബൂദാവൂദ്, അദ്ദേഹത്തിന്റെ ഇൽമ്, അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠത ആർക്കാണ് അറിയാത്തത്? അദ്ദേഹത്തിൽ നിന്ന് ഒട്ടും കുറയാത്ത അറിവും ശ്രേഷ്ഠതയും ഉള്ള മഹാനായ പണ്ഡിതനാണ് ഇദ്ദേഹം. എത്രത്തോളം ഇമാം അദ്ദഹബി റഹിമഹുല്ലാഹ് അദ്ദേഹം സിയർ അലാമിൻ നുബലായിൽ പറഞ്ഞത് കാണാം. വകാന മിൻ ബുഹൂരിൽ ഇൽം, അറിവിൽ ഒരാഴക്കടലായിരുന്നു ഇദ്ദേഹം ഇമാം അബൂബക്കർ ഇബ്നു അബി ദാവൂദ്. ബിഹൈതു ഇന്ന ബഅദഹും ഫദ്ദലഹു അലാ അബീഹ്, എത്രത്തോളം ചില പണ്ഡിതന്മാർ പിതാവിനേക്കാൾ ഇമാം അബൂദാവൂദിനെയും കടത്തിവെട്ടുന്ന വിജ്ഞാനമുള്ള പണ്ഡിതനായിരുന്നു ഇദ്ദേഹം എന്നുവരെ ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. ഇദ്ദേഹത്തിന് പല ഗ്രന്ഥങ്ങളുമുണ്ട്. സുനൻ, അൽ മസാഹിഫ്, ശരീഅത്തുൽ മഖാരി, അന്നാസിഖ് വൽ മൻസൂഖ്, അൽ ബഅസ് തുടങ്ങിയ കിതാബുകൾ ഇദ്ദേഹത്തിൻ്റെതായി ഉണ്ട്. ഇദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ നിങ്ങളൊക്കെ പലപ്പോഴും കേട്ടിട്ടുള്ള വലിയ മുഹദ്ദിസുകൾ പലരും ഇമാം അബൂബക്കർ ഇബ്നു അബി ദാവൂദിന്റെ ശിഷ്യന്മാരാണ്. ഇമാം ഇബ്നു ഹിബ്ബാൻ, സഹീഹ് ഇബ്നു ഹിബ്ബാൻ എന്ന വലിയ ഹദീസ് ഗ്രന്ഥം എഴുതിയ ഇമാം ഇബ്നു ഹിബ്ബാൻ ഈ മന്ദൂമ എഴുതിയ അബൂബക്കർ ഇബ്നു അബി ദാവൂദിന്റെ ശിഷ്യന്മാരിൽ ഒരാളാണ്. അതുപോലെ ഇബ്നു ബത്താഹ്, ഇബ്നു ഷാഹീൻ തുടങ്ങിയ വലിയ പണ്ഡിതന്മാർ. ഇദ്ദേഹത്തെ കൊണ്ട് പിതാവ് ഇമാം അബൂദാവൂദ് ചെറിയ പ്രായത്തിൽ തന്നെ ഹദീസുകൾ ശേഖരിക്കാൻ വേണ്ടി ധാരാളം നാടുകളിൽ സഞ്ചരിക്കുകയുണ്ടായി. ഖുറാസാൻ, അസ്ബഹാൻ, ബഗ്ദാദ്, കൂഫ, മക്ക, മദീന, ഷാം, മിസ്ർ തുടങ്ങിയ പല പല നാടുകളിലും സഞ്ചരിക്കുകയുണ്ടായി. അദ്ദേഹം വിജ്ഞാനം നേടാൻ, മതവിജ്ഞാനം പഠിക്കാൻ തുല്യതയില്ലാത്ത പ്രയത്നവും അധ്വാനവും അതിനുവേണ്ടിയുള്ള പരിശ്രമവും നടത്തിയ ആളായിരുന്നു. അതിനൊരു ഉദാഹരണമായി ഇമാം ദഹബിയുടെ സിയർ അലാമിൻ നുബലായിൽ നമുക്കൊരു സംഭവം കാണാം. ഇമാം അബൂബക്കർ ഇബ്നു അബി ദാവൂദ് അദ്ദേഹം പറയുകയാണ്, ദഖൽതുൽ കൂഫ, ഞാൻ കൂഫയിൽ ചെന്നു, വമഈ ദിർഹം വാഹിദ്, എന്റെ കയ്യിൽ ആകെ ഒരു ദിർഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫഅഖദ്തു ബിഹി 30 മുദ് ബാഖില്ല ഫകുൻതു ആകുലു മിൻ,
ഞാൻ അതുകൊണ്ട് 30 മുദ്ദ് ബാക്കില്ല വാങ്ങി. ബാക്കില്ല എന്ന് പറഞ്ഞ ഒരു തരം പയർ വർഗത്തിലുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ്. അത് വാങ്ങി, 30 മുദ്ദ് വാങ്ങി. ആകെ ഈ പണമുള്ള മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ട് വില കുറഞ്ഞ ഒരു ഭക്ഷണം വാങ്ങി. അക്തുബു അബി സഈദ് അൽ അശജ്, അങ്ങനെ അബൂ സഈദ് അൽ അശജിൽ നിന്ന് ഞാൻ ഹദീസ് എഴുതാൻ തുടങ്ങി. അബൂ സഈദ് അൽ അശജ് വലിയ മുഹദ്ദിസാണ്, വലിയ മുഹദ്ദിസുകളിൽ ഒരാളാണ്. പഴയ കാലത്ത് ഇന്ന് നമ്മൾ വിജ്ഞാനം പഠിക്കുന്നതിലപ്പുറത്ത് ഒരു കാര്യം ആ കാലത്തുണ്ട്. എന്താണത്? അത് സനദിന്റെ കാലമാണ്. അത് സനദിന്റെ കാലമാണ്. കാരണം പണ്ഡിതന്മാർ, ഒരാൾ മരിച്ചുപോയാൽ ഇന്നത്തെ പണ്ഡിതന്മാർ പലരും മരിച്ചതിനപ്പുറം ഒരു നഷ്ടം അവിടെ എന്ത് വരാനുണ്ട്? സനദ് നഷ്ടപ്പെട്ടു. കാരണം ആ ആൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വരുന്ന ഹദീസിൽ ഒരു കണ്ണിയായിരിക്കും. അദ്ദേഹത്തെ നഷ്ടപ്പെട്ടാൽ പോയത് പോയി, പിന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ കിട്ടുകയുള്ളൂ. കണ്ണി ഒന്ന് മുറിഞ്ഞുപോയി. അങ്ങനെ ഒരു കാര്യം കൂടി ആ കാലത്തെ പണ്ഡിതന്മാരിൽ നിന്ന് വിജ്ഞാനം സ്വീകരിക്കുന്നതിന് കൂടുതലായുണ്ട്. ഇന്ന് പൊതുവെ സനദിന്റെ കാലമല്ല. പൊതുവെ വലിയ സനദ് പറയപ്പെടുന്ന പണ്ഡിതന്മാരുണ്ട് എങ്കിലും പൊതുവെ അത് കാരണം സനദ് ഓടെയുള്ള ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടു കഴിഞ്ഞ കാലമാണ്. രേഖപ്പെടുത്തപ്പെട്ടു കഴിഞ്ഞ ഗ്രന്ഥങ്ങൾ ക്രോഡീകരിക്കപ്പെട്ടു കഴിഞ്ഞ കാലമാണ് ഇന്നുള്ളത്. നോക്കൂ നിങ്ങൾ, അങ്ങനെ ഇദ്ദേഹം പറയുകയാണ്, ഞാൻ അബൂ സഈദ് അൽ അശജിൽ നിന്ന് ഹദീസുകൾ രേഖപ്പെടുത്താൻ തുടങ്ങി. ഫമാ ഫറഗൽ ബാഖില്ല, ഈ ബാഖില്ല എന്ന് പറയുന്ന ഈ ഭക്ഷണം അത് തീരുമ്പോഴേക്കും ഹത്താ കതബ്തു അൻഹു 30,000 ഹദീസ്, 30,000 ഹദീസുകൾ ഞാൻ അദ്ദേഹത്തിൽ നിന്ന് രേഖപ്പെടുത്തി കഴിഞ്ഞിരുന്നു. മബൈന മഖ്തൂഇൻ വ മുർസൽ, മഖ്തൂഉം മുർസലുമായ ഹദീസുകൾ. ഹദീസിന്റെ സാങ്കേതിക പ്രയോഗങ്ങളിൽ ഒന്നാണ് മഖ്തൂ മുർസൽ എന്നൊക്കെ പറയുന്നത്. 30,000 ഹദീസുകൾ ഞാൻ അദ്ദേഹത്തിൽ നിന്ന് രേഖപ്പെടുത്തി വെച്ചു ആ സമയം കൊണ്ട്. സുബ്ഹാനല്ലാഹ്. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ ഇത്രയും വലിയ പ്രയത്നവും അധ്വാനവും മതവിജ്ഞാനം നേടിയെടുക്കാൻ വേണ്ടി കാണിച്ച മഹാനായ പണ്ഡിതനായിരുന്നു ഇമാം അബൂബക്കർ ബിൻ അബി ദാവൂദ്. നേരത്തെ പറഞ്ഞതുപോലെ ഹിജറ 316 ഇദ്ദേഹം മരണപ്പെട്ടു. പണ്ഡിതന്മാർ പറയുന്നു 3 ലക്ഷത്തോളം ആളുകൾ അദ്ദേഹത്തിന്റെ ജനാസയിൽ പങ്കെടുത്തു എന്നാണ്. അത്രയും വലിയ ഇമാമത്ത് ഉള്ള പണ്ഡിതനായിരുന്നു. 3 ആൺമക്കളും 5 പെൺമക്കളും അദ്ദേഹത്തിന് മരണപ്പെടുമ്പോൾ ഉണ്ടായിരുന്നു. അബ്ദുല്ല അല, മുഹമ്മദ്, അബൂ മഅ്മർ, ഉബൈദുല്ലാഹ് തുടങ്ങിയ 3 ആൺമക്കളും പിന്നെ 5 പെൺമക്കളുമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. നോക്കൂ, ഈ കവിത, ഈ മഹാനായ പണ്ഡിതന്റെ ഈ കവിത ധാരാളക്കണക്കിന് ഗ്രന്ഥങ്ങളിൽ വരികയും ഒരുപാട് പണ്ഡിതന്മാർ ഇതിന്റെ വിശദീകരണം എഴുതുകയും ജനങ്ങളെ പഠിപ്പിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അതിലെ ആദ്യത്തെ 2 വരികൾ നമുക്ക് ആദ്യം കേൾക്കാം, അതിനുശേഷം അതിന്റെ വിശദീകരണം മനസ്സിലാക്കാം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال الإمام أبو بكر بن أبي داود رحمه الله: تمسك بحبل الله واتبع الهدى ولا تك بدعيا لعلك تفلح ودن بكتاب الله والسنن التي أتت عن رسول الله تنجو وتربح. تمسك بحبل الله واتبع الهدى ولا تك بدعيا لعلك تفلح ودن بكتاب الله والسنن التي أتت عن رسول الله تنجو وتربح. ഇതാണ് നോക്കൂ ആദ്യത്തെ 2 വരികൾ. തമസ്സക്, നീ മുറുകെ പിടിക്കുക. ബിഹബ്ലില്ലാഹ്, അല്ലാഹുവിന്റെ കയറിൽ, അവന്റെ പാശത്തിൽ മുറുകെ പിടിക്കുക. വത്തബിഉൽ ഹുദ, ഈ സന്മാർഗം വെളിച്ചം പിൻപറ്റുക. വലാ തകു ബിദ്ഇയൻ, നീ ഒരു ബിദ്അത്തുകാരനായി പോകരുത്, ഒരു ബിദ്അത്തിന്റെ വക്താവായി പോകരുത്. ലഅല്ലക തുഫ്ലിഹു, ഈ കാര്യം നീ പാലിച്ചാൽ നിനക്ക് വിജയം പ്രാപിക്കാം. വദിൻ ബികിതാബില്ലാഹ് വസ്സുനനില്ലതി, വദിൻ, നീ നിന്റെ ദീനായി കൊണ്ട് നടക്കുക. നീ അല്ലാഹുവിന് അവന്റെ മുന്നിൽ നാളെ പരലോകത്ത് അവൻ സ്വീകരിക്കാനുള്ള നിന്റെ മതമാക്കുക. എന്ത്? ബികിതാബില്ലാഹ്, അല്ലാഹുവിന്റെ ഗ്രന്ഥം. വസ്സുനൻ, അതുപോലെ സുന്നത്തുകളും. അല്ലതി അതത്, ഏത് സുന്നത്തുകളാണോ വന്നു ചേർന്നിട്ടുള്ളത് നമ്മിലേക്ക്, അർ റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന്. എങ്കിൽ അങ്ങനെ ചെയ്താൽ തൻജു, നീ രക്ഷപ്പെടും. വതർബഹു, നീ ലാഭം നേടും. അല്ലാഹു അക്ബർ.
നോക്കൂ, ഇത്രയും മഹാനായ, ഇത്രയും മുൻഗാമിയായ ആ പഴയ 3ഉം 4ഉം നൂറ്റാണ്ടുകളിൽ ജീവിച്ച ഈ മഹാനായ പണ്ഡിതന്റെ വസിയത്ത് നോക്കൂ നിങ്ങൾ. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനെ സ്തുതിച്ചുകൊള്ളുക. ഈ വസിയത്ത് കേൾക്കുമ്പോൾ പ്രയാസം തോന്നാത്തവര് അല്ല, അതാണ് ശരി എന്ന് തോന്നുന്നവരിലാണ് അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കിതാബും സുന്നത്തും അതാണ് സ്വീകരിക്കേണ്ടത്. ആ വസിയത്ത് സഹോദരങ്ങളെ പലരും പരിഹസിക്കുന്ന വസിയത്താണ്. ഇവർക്കൊരു ഖുർആനും സുന്നത്തും, ഒരു ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കാൻ കുറെ ആളുകൾ. എന്താണ് ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കുക? അങ്ങനെയാണോ? ഇതൊന്നും നമ്മുടെ മുൻഗാമികൾ ആരും കേട്ടിട്ടില്ലേ? ഇതൊക്കെ പാരമ്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നോക്കുക, യഥാർത്ഥ പാരമ്പര്യം ഇതാണ്. മഹാന്മാരായ മുൻഗാമികളായ പണ്ഡിതന്മാരുടെ വസിയത്താണ് എന്ത്? ഖുർആനും സുന്നത്തും സ്വീകരിച്ചു കൊള്ളുക. കാരണം അത് അള്ളാഹു ഖുർആനിൽ പറഞ്ഞ വസിയത്താണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയത്താണ്. ആദ്യം പറഞ്ഞു നോക്കൂ നിങ്ങൾ, തബസ്സക് ബിഹബ്ലില്ലാഹ്, അള്ളാഹുവിന്റെ കയറിൽ നിങ്ങൾ മുറുകെ പിടിച്ചുകൊള്ളുക. അള്ളാഹുവിന്റെ ഹബിൽ എന്നത് ഖുർആനിനെ കുറിച്ച് പറയപ്പെട്ടിട്ടുള്ള വിശേഷണമാണ്. അള്ളാഹുവിന്റെ ഹബിൽ, അള്ളാഹുവിൽ നിന്നുള്ള കയർ. കാരണം ഈ ഖുർആൻ അതൊരു കയറാണ് എങ്കിൽ അതിന്റെ ഒരറ്റം റബ്ബിന്റെ കയ്യിലും അതിന്റെ ഒരറ്റം നമ്മുടെ പക്കലുമാണ്. അത് നീ മുറുകെ പിടിച്ചാൽ അത് നിന്നെ റബ്ബിലേക്ക് നയിക്കും. അത് നീ നിന്റെ മുന്നിൽ വച്ചാൽ അത് നിന്നെ സ്വർഗത്തിലേക്ക് നയിക്കും. അത് നീ പിന്നിലേക്ക് വലിച്ചെറിഞ്ഞാൽ അത് നിന്നെ നരകത്തിലേക്ക് തള്ളി വലിച്ചു കൊണ്ടുപോകുമെന്നാണ്. അതുകൊണ്ട് ഖുർആൻ മുറുകെ പിടിക്കുക. വത്തബിഉൽ ഹുദാ, ഹുദാ പിൻപറ്റുക. എന്താണ് യഥാർത്ഥത്തിൽ ഹുദ എന്ന് പറഞ്ഞാൽ? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുദയാണ്. വഖൈറുൽ ഹുദാ ഹുദാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഖൈറുൽ ഹദി ഹദി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുശേഷം അടുത്ത വരിയിൽ വ്യക്തമായി കിതാബും സുന്നത്തും എന്ന് തന്നെ ഇമാം റഹിമഹുല്ലാഹ് പറയുകയുണ്ടായി. സഹോദരങ്ങൾ നോക്കൂ, ഈ കവിതയിൽ അപ്പോൾ ഇദ്ദേഹം ആദ്യം പറഞ്ഞത് എന്താണ്? നമ്മുടെ വിശ്വാസത്തിന്റെ സ്രോതസ്സുകളെ കുറിച്ചാണ്. എവിടെ നിന്നാണ് ഈ ദീൻ നമ്മൾ സ്വീകരിക്കേണ്ടത്? ഇതിന്റെ മസ്ദർ എന്താണ്? ഇതിന്റെ മൻബഅ എന്താണ്? എവിടെ നിന്നാണ് ഇത് വരുന്നത്? അത് ഖുർആനും സുന്നത്തുമാണ്. ഖുർആനും സുന്നത്തുമാണ് കലർപ്പില്ലാത്ത സ്രോതസ്സുകൾ. അതല്ലാത്തതിൽ കലർപ്പുണ്ടായിരിക്കും. ഖുർആനിലും സുന്നത്തിലും എന്തില്ല? ഒരു കലർപ്പുമില്ല. കാരണം അത് രണ്ടും അള്ളാഹുവിന്റെ വഹയാണ്. ഖുർആൻ അള്ളാഹുവിന്റെ വഹയാണ് എന്നതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും അള്ളാഹുവിന്റെ വഹയാണ്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വാം. അള്ളാഹു പറഞ്ഞു, ഈ ഖുർആൻ ഏറ്റവും ശരിയായ വഴിയിലേക്ക് നയിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകട്ടെ അള്ളാഹുവിന്റെ വഹി മാത്രമേ സംസാരിക്കുകയുള്ളൂ. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കുകയില്ല, അള്ളാഹുവിന്റെ വഹി അനുസരിച്ച് മാത്രമേ സംസാരിക്കുകയുള്ളൂ. അതുകൊണ്ട് ഖുർആനും സുന്നത്തും എങ്ങോട്ടാണോ അങ്ങോട്ടായിരിക്കണം നമ്മൾ. ഇമാം ഔസാഇ അബ്ദുറഹ്മാൻ ഇബ്നു അംർ അൽ ഔസാഇ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയുണ്ടായി, നദൂറു മഅൽ കിതാബി വസ്സുന്നതി ഹൈസു ദാറാ. നദൂറു മഅൽ കിതാബി വസ്സുന്നതി ഹൈസു ദാറാ. ഖുർആനും സുന്നത്തും എങ്ങോട്ട് തിരിയുന്നോ അങ്ങോട്ടാണ് നമ്മൾ. ഖുർആനും സുന്നത്തും എങ്ങോട്ട് നമ്മെ തിരിച്ചാലും നമ്മൾ അങ്ങോട്ടാണ്. അങ്ങനെ ആയിരിക്കണം ഓരോ മുസ്ലിമും, ഓരോ മുഅ്മിനും. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയുണ്ടായി, ലൈസൽ ഇഅ്തിഖാദു ലി വലാ ലിമൻ ഹുവ അക്ബറു മിന്നി അൽ ഇഅ്തിഖാദു ലില്ലാഹി വലിറസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ദീനിന്റെ വിശ്വാസം അത് ഇതാ ഇന്നതാണ് എന്ന് പറയാൻ എനിക്ക് അവകാശമില്ല. എന്നെക്കാൾ വലിയ പണ്ഡിതന്മാർക്ക് ഒരാൾക്കും അവകാശമില്ല. മറിച്ച് അത് പഠിപ്പിക്കാൻ അവകാശം ആർക്ക് മാത്രമാണ്? ലില്ലാഹി വലി റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനും അവന്റെ റസൂലിനും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം. അൽഹംദുലില്ലാഹ്. നമ്മുടെ വിശ്വാസം നമ്മൾ എവിടെ നിന്നാണ് സ്വീകരിക്കുന്നത്? അള്ളാഹു പറഞ്ഞതിൽ നിന്ന്, അള്ളാഹുവിന്റെ കലാമിൽ നിന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കലാമിൽ നിന്ന്. എന്നാൽ മറ്റു പലരും അവരുടെ വിശ്വാസം സ്വീകരിച്ചിട്ടുള്ളത് എവിടെ നിന്നാണ്? ഗ്രീക്ക് ഫിലോസഫികളിൽ നിന്ന്, അവരുടെ കാരണവന്മാർ പഠിപ്പിച്ചതിൽ നിന്ന്, അവർ ഉണ്ടാക്കിയ പല തത്വചിന്തകളിൽ നിന്ന്, അവരുടെ തലയിൽ ഉദിച്ച പല വ്യാഖ്യാനങ്ങളിൽ നിന്ന്. എന്നാൽ അഹ്ലു സുന്നത്ത് അവരുടെ വിശ്വാസം സ്വീകരിച്ചിട്ടുള്ളത് എവിടെ നിന്നാണ്? ഖുർആനും സുന്നത്തിൽ നിന്നാണ്. അതുകൊണ്ട് അഹ്ലു സുന്നത്തിന്റെ ഇമാമുമാർ
വളരെ വളരെ മുൻഗാമികളായ ഇമാമുമാരുടെ ഒരു ഗ്രന്ഥം നിങ്ങൾ എടുത്തു നോക്കിയാലും ഈ കാലത്ത് ജീവിച്ചിരിക്കുന്ന അഹ്ലുസുന്നത്തിന്റെ മഹാന്മാരായ പണ്ഡിതന്മാരിൽ ആരുടെയെങ്കിലും വിശ്വാസം പഠിപ്പിക്കുന്ന ഗ്രന്ഥം നിങ്ങൾ എടുത്തു വെച്ചാലും ഒരു വ്യത്യാസവും നമുക്ക് കാണാൻ സാധ്യമല്ല. അതൊന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാലങ്ങൾ കഴിഞ്ഞ് എഴുതിയവരായാലും കാലങ്ങൾ കൊണ്ട് അവർ വ്യത്യാസപ്പെട്ടാൽ ഇമാം അഹ്മദ് റഹിമഹുല്ലാ അദ്ദേഹം എഴുതിയ അഖീദയുണ്ട്. കാലങ്ങൾക്കിപ്പുറം ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ എഴുതിയ വിശ്വാസ കാര്യങ്ങളുണ്ട്. നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറം ഇമാം ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ എഴുതിയ അഖീദയുടെ കിതാബുകളുണ്ട്. ഈ ആധുനിക കാലത്ത് ജീവിച്ചിരുന്ന ഇമാം ബിൻ ബാസ്, ബിൻ ഉസൈമീൻ റഹിമഹുമുല്ലാ തുടങ്ങിയ പണ്ഡിതന്മാർ എഴുതിയ വിശ്വാസങ്ങളുണ്ട്. വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും കാലമേ വ്യത്യാസപ്പെട്ടുള്ളൂ, കാര്യം വ്യത്യാസപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ടാണ്? കാരണം ഇതെല്ലാം ഒരു സ്രോതസ്സിൽ നിന്നാണ് എടുക്കുന്നത്. പിന്നെ എങ്ങനെ വ്യത്യാസപ്പെടും? ഇതൊക്കെ വരുന്നത് ഒരൊറ്റ സ്രോതസ്സിൽ നിന്നാണ്. സ്രോതസ് മാറിയോ വ്യത്യാസപ്പെടും. പിഴച്ച കക്ഷികളുടേത് പഴയ കാലത്ത് പറഞ്ഞ ആളുകളുടേതല്ല പുതിയ കാലത്ത്. അള്ളാഹുവിന്റെ സിഫത്തുകളെ വ്യാഖ്യാനിച്ച് തള്ളിക്കളയുന്ന അശാരികൾ, പഴയ കാലത്ത് അശാരികൾ എടുത്തു നോക്കിയാൽ അവർ എഴുതിയതൊന്നും ഒരു ഭാഗത്തായിരിക്കും, കുറച്ചു കാലം ഇപ്പുറം കഴിഞ്ഞ അശാരികളുടെ ഇത് വേറൊന്നായിരിക്കും. ചിലപ്പോൾ അവർ പറയും അള്ളാഹുവിന്റെ സിഫത്തുകൾ, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ, ഇതൊക്കെ കണ്ടാൽ പറയും ഇത് നമ്മൾ എന്ത് ചെയ്യണം? വ്യാഖ്യാനിക്കണം. വ്യാഖ്യാനിക്കുക. അള്ളാഹുവിന്റെ യദ്, അവന്റെ കരം, അള്ളാഹുവിന്റെ കണ്ണുകൾ എന്നിങ്ങനെ അള്ളാഹുവിന്റെ സിഫത്തുകൾ കണ്ടാൽ പറയും വ്യാഖ്യാനിച്ചതിന് വേറെ അർത്ഥം പറയണം. കുറച്ചു കാലം കഴിഞ്ഞാൽ അതേ ഖൗമിൽ അറിയപ്പെട്ട ആളുകളുടെ ഇത് നോക്കിയാൽ നിങ്ങൾ പറയും, നിങ്ങൾക്ക് കാണാം അല്ല തഅ്വീലല്ല, വ്യാഖ്യാനമല്ല, തഫ്വീദാണ് ശരി. ഇത് തഫ്വീദ് അർത്ഥം നമുക്കറിയില്ല എന്ന് പറയലാണ് ശരി. രണ്ടും തെറ്റാണ് യഥാർത്ഥത്തിൽ. അർത്ഥം നമുക്കറിയാം. അള്ളാഹുവിന്റെ സിഫത്തുകളെ കുറിച്ച് അള്ളാഹു അറബി ഭാഷയിൽ പറഞ്ഞെന്നാണ് അതിന്റെ അർത്ഥം നമുക്കറിയാം. എങ്ങനെയെന്നാണ് നമുക്കറിയാത്തത്. ഞാൻ പറഞ്ഞു നോക്കൂ, നിങ്ങൾ ഇതുപോലെ വൈരുദ്ധ്യങ്ങൾ കാണാം. കാരണം വിശ്വാസം അവരെടുത്തിട്ടുള്ളത് ഖുർആനിലും സുന്നത്തിൽ നിന്നുമല്ല, അവരുടെ ബുദ്ധിപരമായ വ്യാഖ്യാനങ്ങളിലൂടെ, അവരുടെ തലയിൽ ഉദിച്ച ചിന്തകളിലൂടെയാണ് യഥാർത്ഥത്തിൽ അവരെടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത് വ്യത്യാസപ്പെടുന്നത്. അല്ല എങ്കിൽ സഹോദരങ്ങളെ ഒന്നായിരിക്കും, ഒരൊറ്റ വിശ്വാസം മാത്രമേ നമുക്ക് പറയാൻ ഉണ്ടാവുകയുള്ളൂ. അൽഹംദുലില്ലാഹ്, ഇതാണ് അഹ്ലുസുന്നത്തിന്റെ സ്ഥിതി. അവരുടെ അഖീദ ഒന്നാണ്. കാരണം അത് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നുമാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ വിശ്വസിക്കേണ്ടത് പറയാൻ അവകാശം അള്ളാഹുവിനാണ്, അതുപോലെ അള്ളാഹുവിന്റെ റസൂലിനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരാൾക്കും അത് പുതുതായി ഉണ്ടാക്കാനുള്ള അവകാശമില്ല, ഒരാൾക്കും അവകാശമില്ല. ഖുർആനും സുന്നത്തുമാണ് നമ്മുടെ പ്രമാണങ്ങൾ. കാരണം അത് പരിപൂർണമായും ശരിയാണ്, അതിനൊരു തെറ്റ് വരികയില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഓരോ പ്രസംഗങ്ങളിലും പറയാറുള്ള വാക്ക് നിങ്ങൾ കേട്ടിട്ടില്ലേ? അമ്മാ ബഅദു ഫഇന്ന അസ്ദഖൽ ഹദീസി കിതാബുല്ലാഹ് വഖൈറൽ ഹദി ഹദിയു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ശരിയായ വാക്ക് അത് അള്ളാഹുവിന്റെ കിതാബാണ്. ഏറ്റവും ശരിയായ സന്മാർഗം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗമാണ്. അതുപോലെ തെറ്റായ കാര്യങ്ങൾ ഏതാണ്? അത് പുതുതായി ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. അതാണ് ഏറ്റവും മോശമായ കാര്യം. പിൽക്കാലത്ത് ഈ ദീൻ എന്ന പേരിൽ ആളുകൾ വിശ്വാസത്തിൽ കടത്തിക്കൂട്ടിയ, കലർത്തിയ കാര്യങ്ങൾ, അതൊന്നും നമുക്ക് വേണ്ടതില്ല. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ശരിയായ വഴി മാത്രമേ വേണ്ടതുള്ളൂ. അള്ളാഹുവിന്റെ കയറിൽ നിങ്ങൾ മുറുകെ പിടിക്കുക, അത് യഥാർത്ഥത്തിൽ ഖുർആനിലെ പ്രയോഗമാണ്. നോക്കൂ, അള്ളാഹു ഖുർആനിൽ എന്താണ് പറഞ്ഞത്? വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ, നിങ്ങൾ എല്ലാവരും ഒന്നിച്ച് അള്ളാഹുവിന്റെ കയറിൽ മുറുകെ പിടിക്കുക. വലാ തഫറഖു, നിങ്ങൾ ഭിന്നിക്കരുത്. അള്ളാഹുവിന്റെ കലാമിൽ നിന്ന് വിട്ടാൽ ആളുകൾ ഭിന്നിച്ചു പോകും. അതുപോലെ നോക്കൂ, ഫസ്തംസിക് ബില്ലദി ഊഹിയ ഇലൈക്, നബിയെ താങ്കൾക്ക് വഹി നൽകപ്പെട്ടതെന്തോ അത് മുറുകെ പിടിക്കുക. ഖുർആനിൽ അള്ളാഹു പറഞ്ഞ കാര്യമാണ്. അള്ളാഹുവിന്റെ സന്മാർഗം വന്നെത്തിയാൽ അത് മുറുകെ പിടിക്കുക, അതിനെ പിൻപറ്റുക. ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ ഇത്തബഅ ഹുദായ ഫലാ യضل വലാ യഷ്ഖ. സൂറത്തു ത്വാഹയിൽ അള്ളാഹു പറഞ്ഞു, എന്നിൽ നിന്ന് സന്മാർഗം നിങ്ങൾക്ക് വന്നെത്തിയാൽ, എന്റെ സന്മാർഗം ആര് പിൻപറ്റിയോ, ഫലാ യضل വലാ യഷ്ഖ. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഫലാ യضل, അവൻ വഴിതെറ്റുകയില്ല. വലാ യഷ്ഖ, അവൻ
ദൗർഭാഗ്യം അടയുകയില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന റിവായത്ത് വന്നത് കാണാം, തകഫല അല്ലാഹു ലിമൻ ഖറഅ അൽ ഖുർആന വഅമില ബിഹാ, ആരാണ് ഖുർആൻ പഠിക്കുകയും ഖുർആൻ ജീവിതമാക്കുകയും ചെയ്തത് അവന് അല്ലാഹു ബാധ്യതയായി ഏറ്റിരിക്കുന്നു അല്ലാ യദില്ല ഫിദ് ദുനിയ വലാ യഷ്ഖാ ഫിൽ ആഖിറ, ദുനിയാവിൽ അവൻ വഴിതെറ്റുകയില്ല, പരലോകത്ത് അവൻ ദൗർഭാഗ്യം അടയുകയില്ല. ഫലാ യദില്ലു വലാ യഷ്ഖാ, ഫലാ യദില്ലു വലാ യഷ്ഖാ, അവൻ വഴികേടിലാവുകയില്ല, അവൻ ദൗർഭാഗ്യം അടയുകയില്ല. നോക്കൂ, അപ്പോൾ ഇത് ഖുർആനിലെ സുന്നത്തിലെ ഉപദേശമാണ്. നിങ്ങൾ ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കുക എന്നത്, ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കുക എന്നത് അള്ളാഹുവിന്റെ ഉപദേശമാണ്, അള്ളാഹു നമുക്ക് നൽകിയ വസിയത്താണ്. അതാണ് ഇമാം അബൂബക്കർ ഇബ്നു അബി ദാവൂദ് റഹിമഹുല്ലാഹ് ഇവിടെ ആവർത്തിച്ചിട്ടുള്ളത്. പുതുതായി ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ എത്ര വസിയത്തുകളുണ്ട് ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കാൻ. നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ഞാൻ ഉപേക്ഷിച്ചു പോകുന്നു, അത് മുറുകെ പിടിച്ചാൽ നിങ്ങൾ വഴിതെറ്റുകയില്ല. അള്ളാഹുവിന്റെ കിതാബും എന്റെ സുന്നത്തുമാണ്. അത് മുറുകെ പിടിക്കുന്ന, അത് പാലിക്കുന്ന, അതിനെ ശരിയായി പിൻപറ്റുന്നവരായിരിക്കണം നമ്മൾ. സഹോദരങ്ങൾ, കുട്ടികളെ ശ്രദ്ധിക്കുക, നിങ്ങൾ ഖുർആനും സുന്നത്തും പിൻപറ്റുന്നവരാകണോ? ഖുർആനും സുന്നത്തും പിൻപറ്റുന്നവരാകണോ? പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചത് കാണാം, 7 കാര്യങ്ങൾ ഖുർആനും സുന്നത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം, പാലിച്ചിരിക്കണം. ഖുർആനും സുന്നത്തും പിൻപറ്റുന്നവരാകണം എങ്കിലാണ് ഖുർആനും സുന്നത്തും പിൻപറ്റുന്നവരാവുക. ഒന്നാമത്തെ കാര്യം, ഖുർആനിനെ, സുന്നത്തിനെ അഥവാ അള്ളാഹുന്റെ വഹീനെ, അതിൽ വന്ന കാര്യങ്ങളെ സ്നേഹിക്കണം, അതിനോട് മഹബ്ബത്തുണ്ടായിരിക്കണം. അതിന്റെ വിപരീതമാണ് എന്ത്? ഖുർആനിൽ സുന്നത്തിൽ വന്ന വല്ല കാര്യത്തോടും വെറുപ്പുണ്ടാവുക, വിരോധമുണ്ടാവുക എന്നത് പാടില്ല. ഖുർആനിലും സുന്നത്തിലും വന്ന വളരെ ചെറിയ കാര്യമാകട്ടെ, വളരെ ചെറിയൊരു കാര്യമാകട്ടെ, ഒരു സൂക്ഷ്മമായ കാര്യമാകട്ടെ, വലിയ കാര്യമാകട്ടെ, അതിനോട് മഹബ്ബത്തുണ്ടായിരിക്കണം, അതിനോട് സ്നേഹമുണ്ടായിരിക്കണം, അതിനോടൊരു വെറുപ്പ് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ذلك بأنهم كرهوا ما أنزل الله فأحبط أعمالهم, അള്ളാഹു അവതരിപ്പിച്ചതിനെ അവർ വെറുത്തു, അപ്പോൾ അള്ളാഹു അവരുടെ അമലുകളെ പൊളിച്ചു കളഞ്ഞു, തകർത്തു കളഞ്ഞു. ഒരിക്കലും പാടില്ല. ഇസ്ലാമിലെ ഒരു നിയമം അത് ഒരുവൻ പാലിച്ചില്ല, പാലിക്കാൻ അവന് സാധിക്കാതെ വന്നു എങ്കിൽ പോലും അവൻ ആ നിയമത്തെ വെറുക്കുക പാടില്ല, അവനതിന് ഇഷ്ടപ്പെടണം. കാരണം ഇത് അള്ളാഹു അവതരിപ്പിച്ചതാണ്. അള്ളാഹുവിന്റെ നിയമത്തെ, ഈ ദീനിനെ എങ്ങനെയാണ് ഈ ദീൻ പാലിക്കുന്ന ഒരാൾക്ക് വെറുക്കാൻ സാധിക്കുക? പാടില്ല. അതിനോട് മഹബ്ബത്ത് വേണം, അള്ളാഹുവിന്റെ ആയത്തുകളോട് സ്നേഹം വേണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട്, നബിയുടെ വാക്കുകളോട് ഇഷ്ടം വേണം. ഇത് ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തേത്, ഖുർആനും സുന്നത്തും പഠിച്ചിരിക്കണം, അതേക്കുറിച്ചുള്ള അറിവ് വേണം, ബോധം വേണം. അല്ലാതെ എങ്ങനെയാണ് ഖുർആനും സുന്നത്തും പിൻപറ്റുക? എങ്ങനെയാണ് നീ അറിയാത്ത കാര്യം നീ പിൻപറ്റാൻ പോകുന്നത്? എങ്ങനെയാണ് പിൻപറ്റാൻ സാധിക്കുക? പഠിക്കണം, അതിനു വേണ്ടി അറിയണം, പഠിക്കണം. അതിൽ നിർബന്ധമായ ഓരോ വ്യക്തിയും പഠിച്ചിരിക്കേണ്ട അറിവുണ്ട്. അതിനപ്പുറത്ത് ചിലർക്ക് മാത്രം, ഒരു സമൂഹത്തിൽ ആരെങ്കിലുമൊക്കെ പഠിച്ചാൽ ബാക്കിയുള്ളവർ കുറ്റത്തിൽ നിന്ന് ഒഴിവാകുന്ന അറിവുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ, ഓരോ മുസ്ലിമിനും നിർബന്ധ ബാധ്യതയാണ് അറിവ് പഠിക്കുക, അറിവ് നേടുക എന്നത്. അഥവാ ഓരോരുത്തരും പഠിച്ചിരിക്കേണ്ട, നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട അറിവുണ്ട്. പഠിച്ചില്ലെങ്കിൽ കുറ്റക്കാരനാകുന്ന അറിവ്, വിശ്വാസം, തൗഹീദ്. തൗഹീദ് എന്താണ്? ശിർക്ക് എന്താണ്? ഓരോരുത്തർക്കും പഠിച്ചിരിക്കൽ ബാധ്യതയാണ്. അതുപോലെ നിസ്കാരത്തെക്കുറിച്ച്, അതിന്റെ നിബന്ധനകൾ, അതിന്റെ ഷർത്തായ ശുദ്ധീകരണം, വുദൂഉം കുടിയുമെല്ലാം പഠിച്ചിരിക്കൽ ഓരോ മുസ്ലിമിനും നിർബന്ധ ബാധ്യതയാണ്. അതുപോലെ ഒരാൾ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥമാകുന്ന രൂപത്തിൽ പണം കയ്യിലുണ്ടോ എങ്കിൽ സക്കാത്തിന്റെ വിധിവിലക്കുകൾ അയാൾ പഠിച്ചിരിക്കണം. അതിനപ്പുറത്ത് ദീനിലെ സൂക്ഷ്മമായ ആഴമുള്ള ആഴത്തിലിറങ്ങേണ്ടുന്ന വിജ്ഞാനങ്ങളുണ്ട്. നിക്കാഹുമായും തലാഖുമായും അനന്തരാവകാശമായും ഒക്കെ ബന്ധപ്പെട്ട ഇസ്ലാമിലെ വിശദമായ നിയമങ്ങൾ, അതൊരു നാട്ടിൽ ആരെങ്കിലുമൊക്കെ പഠിച്ചിരിക്കുക നിർബന്ധ ബാധ്യത, ഫർദ് കിഫായാണ്. ആരും പഠിച്ചില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകും.
ആരെങ്കിലും ഒക്കെ ഒരു നാട്ടിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് നിർബന്ധമല്ല, പക്ഷെ അവർ പഠിക്കൽ സുന്നത്താണ്, ശ്രേഷ്ഠമായ വലിയ സുന്നത്താണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഓരോ ഫജ്റിന് ശേഷവും നബി ചൊല്ലിയിരുന്ന ദുആകളിൽ ഒന്നെന്താണ്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ വറിസ്ഖൻ തയ്യിബൻ വഅമലൻ മുതഖബ്ബലൻ. അല്ലാഹു ഉപകാരപ്രദമായ വിജ്ഞാനവും സ്വീകാര്യമായ പ്രവർത്തനവും നല്ല റിസ്ഖും നൽകണമേ. അപ്പൊ നോക്കൂ, നമ്മുടെ ഒരു ദിവസത്തെ ഓരോ ദിവസത്തെയും ദൈനംദിന ലക്ഷ്യങ്ങളിലൊന്നായിരിക്കണം, ദിനേനയുള്ള പദ്ധതികളൊന്നായിരിക്കണം എന്തെങ്കിലുമൊക്കെ പഠിക്കുക. ഉപകാരപ്രദമായ എന്തെങ്കിലും പഠിക്കുക, ഒരായത്തെങ്കിലും, രണ്ടായത്തെങ്കിലും, ഒരു ഹദീസെങ്കിലും, ഒരു ദിക്റോ ഒരു ദുആവോ ദീനിലെ ഒരു വിധിവിലക്കോ എങ്കിലും പഠിച്ചിരിക്കുക. ഈ മൂന്ന് കാര്യങ്ങളിൽ, ഈ ദുആയിലുള്ള മൂന്നിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് അതാണ്. കാരണം ശരിയായ അറിവാണ് ഒരാളെ നല്ല റിസ്കിലേക്ക് നയിക്കുക. നല്ല റിസ്ക് ഏതാണ്, ഹലാലായ ഉപജീവനം ഏത്, ഹറാമായ സമ്പാദ്യം ഏത്, വേർതിരിക്കാൻ അറിവില്ലാതെ സാധിക്കുകയില്ല. അള്ളാഹു സ്വീകരിക്കുന്ന പ്രവർത്തനം ഏത്, സ്വീകരിക്കാത്ത പ്രവർത്തനം ഏത്, അറിവില്ലാതെ വേർതിരിക്കാൻ സാധ്യമല്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് പഠിക്കാൻ ശ്രമിക്കുക, അത് പഠിക്കുക ശ്രേഷ്ഠമായ കർമ്മമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹല അല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന. അറിവ് നേടാനുള്ള വഴിയിൽ ഒരാൾ പ്രവേശിച്ചാൽ അള്ളാഹുവിന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. അള്ളാഹു കൂട്ടലിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. നോക്കൂ, അതുകൊണ്ട് ഖുർആനും സുന്നത്തും പഠിക്കുക, അറിയുക. ഒന്നും ഖുർആനിനെ സുന്നത്തിനെ കുറിച്ച് അറിയാത്തവരായി ബാക്കി ദുനിയാവിലെ പല വിജ്ഞാനങ്ങളെക്കുറിച്ചും വലിയ വിവരമുള്ള വാദോരാതെ സംസാരിക്കാൻ അറിയുന്ന ആളുകളായിട്ട് എന്ത് കാര്യമാണുള്ളത്? ചില ആളുകൾ നോക്കൂ, മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് മണിക്കൂറുകൾ അയാളെ പ്രസംഗിക്കാൻ ഇരുത്തിയാൽ, സംസാരിക്കാൻ ഇരുത്തിയാൽ വേണമെങ്കിൽ സാധിക്കും. രാഷ്ട്രീയം ചോദിച്ചാൽ അയാൾക്കറിയാം. ഓരോ 20 കേരളത്തിലെ മണ്ഡലത്തിൽ ആരാ മത്സരിക്കുന്നത്, അയാൾ തത്ത പറയും പോലെ പറഞ്ഞുതരും. എത്ര സീറ്റിൽ കേരളത്തിൽ എത്ര പാർട്ടികൾക്ക് ജയിച്ചിട്ടുണ്ട് അറിയാം. വാഹനങ്ങളെക്കുറിച്ച്, അതല്ല എങ്കിൽ മറ്റുള്ള കമ്പോള നിലവാരത്തെക്കുറിച്ച്. പക്ഷേ ഖുർആനെ കുറിച്ച്, സുന്നത്തിനെ കുറിച്ച് ചോദിച്ചാൽ ഒന്നും മിണ്ടാൻ സാധിക്കാത്ത വട്ടപൂജ്യമായ എത്ര ആളുകളുണ്ട്. സുബ്ഹാനല്ലാഹ്. ഖുർആൻ ശരിക്കും ഓതാൻ അറിയാത്ത എത്ര ആളുകളുണ്ട്. ഖുർആൻ ശരിയായ ഉച്ചാരണത്തോടൊപ്പം ഒന്ന് പാരായണം ചെയ്യാൻ അറിയാത്ത, മയ്യിത്ത് നിസ്കരിക്കാൻ നിന്നാൽ അതിൽ 4 തക്ബീറുകളിൽ അതിനിടയിൽ എന്താണ് ചൊല്ലേണ്ടത് എന്നുപോലും അറിയാത്തവർ, അവന്റെ വലത്തുമിടത്തുമുള്ള ബന്ധുക്കളായ ഒരാൾ ഇപ്പം മരിച്ചാൽ നാളെ അവൻ മയ്യിത്ത് നിസ്കാരത്തിന് നിന്നാൽ എന്താണ് ചൊല്ലേണ്ടത് എന്ന് പോലും അവൻ അറിയില്ല. അല്ലാഹു അക്ബർ. ഇങ്ങനെ ആവരുത്, പഠിക്കണം. കാരണം അള്ളാഹുവിന്റെ നബിമാർ കൊണ്ടുവന്ന വിജ്ഞാനം പോലെ ഉപകാരപ്രദമായ, ജനങ്ങൾക്ക് ആവശ്യമുള്ള വേറൊരു വിജ്ഞാനമില്ല. ദുനിയാവിലെ ഏതേത് അറിവ് നിങ്ങൾ എടുത്തു നോക്കിയാലും അതിൽ ഉപദ്രവമായിരിക്കും കൂടുതൽ. ദുനിയാവിന്റെ വിജ്ഞാനങ്ങളിൽ എടുത്തു നോക്കി ഏത് വിജ്ഞാനം നോക്കി, ആളുകൾ അതുകൊണ്ടുണ്ടാക്കിയ ഷർറായിരിക്കും നിങ്ങളുടെ കൺമുന്നിൽ വരിക. എന്നാൽ അള്ളാഹുവിന്റെ നബിമാർ പഠിപ്പിച്ച വിജ്ഞാനം അത് നന്മകളിലേക്ക് മാത്രമേ ആളുകളെ നയിക്കുകയുള്ളൂ. ദുനിയാവിലെ വിജ്ഞാനത്തെ ശരിയായ വഴിയിലേക്ക് കൊണ്ടുപോകണോ, അള്ളാഹുവിന്റെ നബിമാർ കൊണ്ടുവന്ന വിജ്ഞാനം വേണം. അള്ളാഹുവിന്റെ റസൂലുകളിലൂടെ റബ്ബ് മനുഷ്യരെ പഠിപ്പിച്ച വിജ്ഞാനം വേണം. ഞാൻ ഈ പറയുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ഇരുന്ന് ചിന്തിച്ചു നോക്കൂ, ആലോചിച്ചു നോക്കൂ. മഹാന്മാരായ പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തിയ കാര്യമാണ്. നബിമാർ കൊണ്ടുവന്ന വിജ്ഞാനവും ആളുകൾ ഭൗതികമായി കണ്ടെത്തിയ വിജ്ഞാനവും അള്ളാഹുവിന്റെ റസൂലുകളിലൂടെ അള്ളാഹു ഈ ഭൂലോകത്തെ മനുഷ്യരെ പഠിപ്പിച്ച വിജ്ഞാനത്തിന്റെ വില അത് എത്ര വലുതാണ് നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാ നന്മകളും അവരാണ് പഠിപ്പിച്ചിട്ടുള്ളത്. എല്ലാ തിന്മയിൽ നിന്നും താക്കീത് നൽകിയത് നബിമാർ കൊണ്ടുവന്ന വിജ്ഞാനമാണ്. അതുകൊണ്ട് പഠിക്കുക, അറിയാൻ ശ്രമിക്കുക. അതിനുവേണ്ടി ജീവിതം മാറ്റിവെച്ചാലും അത് നഷ്ടമാവുകയില്ല. സുബ്ഹാനല്ലാഹ്. മൂന്നാമത്തെ കാര്യം, കിതാബും സുന്നത്തും. ഒരു കാര്യം പറഞ്ഞാൽ, ഖുർആനിലും സുന്നത്തിലും ഒരു കാര്യം വന്നാൽ അത് പാലിക്കാൻ ധൃതി കാണിക്കുക, അത് ഈ നടപ്പിൽ വരുത്താൻ, അതിൽ പറഞ്ഞ വിശ്വാസം ഉടനെ വിശ്വസിക്കുക, അതിൽ അള്ളാഹു കൽപ്പിച്ച കാര്യം അത് ഉടനെ ചെയ്യാൻ നീ പരിശ്രമിക്കുക. ഇത് ഖുർആനും സുന്നത്തും പിൻപറ്റുന്നതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിന് വിപരീതം എന്തായിരിക്കും? ഖുർആൻ അള്ളാഹു പറഞ്ഞിരിക്കുന്നു കേട്ടാലും കേട്ട ഭാവമില്ല, അള്ളാഹു ഖുർആനിൽ കൽപ്പിച്ചതാണിതെന്ന് പറഞ്ഞാലും അവന് അനുസരിക്കാൻ ഭാവമില്ല.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് അനുസരിക്കാൻ ഭാവമില്ല. അള്ളാഹു ഖുർആനിൽ വിലക്കിയതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയതാണ് എന്ന് പറഞ്ഞാലും അവന് അത് കേട്ട ഭാവമില്ല. അവൻ ആ തിന്മയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളവരെങ്ങനെയാണ് ഖുർആനും സുന്നത്തും പിൻപറ്റുന്നവരാവുക? നിങ്ങൾ പറയുമാകുമോ? ഒരിക്കലുമില്ല. അപ്പൊ നോക്കൂ, ഇതാണ് മൂന്നാമത്തെ കാര്യം. അള്ളാഹു കിതാബിലും സുന്നത്തിലും ഒരു വിശ്വാസമാണ്, അത് വിശ്വസിക്കുക. അത് വിശ്വസിക്കാൻ ഒരു തടസ്സവും ഉണ്ടാകും. അത് വിശ്വസിക്കാൻ ഒരു തടസ്സവും ഉണ്ടാകും. അള്ളാഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ഏത് സയൻസ് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നമുക്ക് വിഷയമല്ല. പറയാതിരിക്കണം. ഖുർആനിലോ സുന്നത്തിലോ വന്നോ നമ്മളത് വിശ്വസിച്ചിരിക്കണം. എങ്കിലും നീ മുസ്ലിം ആവുകയും ഈ ഇസ്തിസ്ലാമിന്റെ പുറത്ത് അള്ളാഹുവിനെ നീ നിന്റെ കീഴ്പ്പെടുത്തുക. റബ്ബ് പറഞ്ഞാൽ അതിന്റെ പുറത്തല്ലാതെ ഈമാൻ നിലനിൽക്കുകയില്ല, വിശ്വാസം നിലനിൽക്കുകയില്ല. അള്ളാഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ഏത് സയൻസ് അതിനെതിരായി, അത് യോജിച്ചാലും ശരി, യോജിച്ചില്ല എങ്കിലും ശരി. കാരണം അത് മനുഷ്യർ അവരുടെ നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ കണ്ടുപിടിക്കുന്നതാണ്. ഇത് അള്ളാഹുവിന്റെ വഹിയാണ്. ഖുർആനും സുന്നത്തും അള്ളാഹുവിന്റെ വഹിയാണ്. അതിനെ നീ ഇതുമായി ഒരിക്കലും കൂട്ടിമുട്ടിക്കാൻ പാടില്ല. നാലാമത്തെ കാര്യം, ഖുർആനും സുന്നത്തും പിൻപറ്റുന്നവരാകണോ ഖുർആനിനെയും സുന്നത്തിനെയും തഅദീം ചെയ്യണം, ആദരിക്കണം. അതിനോട് ബഹുമാനം നിന്റെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഇതിന്റെ വിപരീതം എന്തായിരിക്കും? ഖുർആനിനോടും സുന്നത്തിനോടും ആദരവില്ലാതിരിക്കുക, അതിനോട് ബഹുമാനമില്ലാതെ പെരുമാറുക. അതിലും ഗുരുതരമാണ്, അതിലും അപകടമാണ് ഖുർആനിനെയും സുന്നത്തിനെയും പരിഹസിക്കുക. കുഫറാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. അള്ളാഹുവിന്റെ ഒരായത്തിനെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഏതെങ്കിലും ഒരു കാര്യത്തെ, ഏതെങ്കിലും ഒരു ശിക്ഷയെയോ രക്ഷയെയോ, ഇന്ന പ്രവർത്തനത്തിന് ഇന്ന പ്രതിഫലമുണ്ട് എന്നോ, ഇന്ന പ്രവർത്തനത്തിൽ കുറ്റത്തിന് കുറ്റമുണ്ട് എന്നോ, ശിക്ഷയുണ്ട് എന്നോ, ഇങ്ങനെ ഖുർആനും സുന്നത്തിനും വന്നാൽ അതിനോട് ഒരു പരിഹാസം ഒരുവൻ കാണിച്ചാൽ, അതിനെ ഒരുവൻ പരിഹസിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോകും. വലഇയാദു ബില്ലാഹ്. ഖുർആനിനെയും സുന്നത്തിനെയും ബഹുമാനിക്കണം. ഖുർആൻ രേഖപ്പെടുത്തിയ മുസ്ഹഫിന് ആദരവ് നൽകണം. ഒരു മുസ്ഹഫ് അതിന് അപമാനിക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനവും ചെയ്യാൻ പാടില്ല. ഈ ബഹുമാനവും ആദരവും എന്ന് പറയുന്നത് നമുക്ക് ചില നാടുകൾക്ക് അനുസരിച്ച് വ്യത്യാസപ്പെടും. എന്നാൽ എല്ലായിടത്തുമുള്ള ചില കാര്യവുമുണ്ട്. ഉദാഹരണത്തിന് തറയിൽ വെക്കുക, മുസ്ഹഫ് തറയിൽ വെക്കുക പാടില്ലാത്തതാണ്. പഠിക്കുന്ന കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മുസ്ഹഫ് എടുത്ത് അവിടെ ഇവിടെയും വെക്കരുത്. മുസ്ഹഫിന് മുകളിൽ മറ്റൊരു പുസ്തകം വെക്കരുത്. മുസ്ഹഫിനോടുള്ള അള്ളാഹുവിന്റെ കലാമിനോടുള്ള അനാദരവാണ്. അള്ളാഹുവിന്റെ കലാം അത് മുകളിലായിരിക്കണം. അതുപോലെ ഒരു വെള്ളമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രമോ അതിലേക്ക് പൊടിയോ മറ്റോ പോകാതിരിക്കാൻ അങ്ങനെയുള്ള ഉപയോഗിച്ച് ഒരു മുസ്ഹഫ് എടുത്തതിന് മുകളിൽ വെക്കാൻ പാടില്ല. മുസ്ഹഫിനെ അനാദരിക്കണം. മുസ്ഹഫിനോട് അനാദരവ് കാണിക്കാൻ പാടില്ല. ഒരു മുസ്ലിം അത് ചെയ്യുകയില്ല. മുസ്ലിം പൊതുവെ ചെയ്യുകയില്ല. കരുതിക്കൂട്ടി മുസ്ഹഫിനെ അനാദരിക്കണം, അപമാനിക്കണം എന്നുദ്ദേശിച്ചിട്ട് ഒരാൾ ഒരു പ്രവൃത്തി ചെയ്താൽ അതോടെ ഇസ്ലാമിൽ പുറത്തു പോകും, കാഫിറായി പോകും. കരുതി കൂട്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായി? ഈ കാര്യം അറിയാതെ ഒരാൾ അവിടെ വെച്ചുപോയി അള്ളാഹുവിന്റെ കലാമിനെ അനാദരിക്കണം എന്നവന് ഒരിക്കലും ഉദ്ദേശമില്ല. അവനെ കുറിച്ചല്ല ഈ പറയും. അള്ളാഹുവിന്റെ കലാമിനെ അനാദരിക്കണം എന്ന ഉദ്ദേശത്തോടെ ഒരുവൻ ഖുർആൻ വെച്ച് അതിന്റെ മുകളിൽ ചവിട്ടി നിൽക്കുകയോ വലഇയാദു ബില്ലാഹ്, അല്ലെങ്കിൽ അതിന്റെ മുകളിൽ നജസായ വല്ലതും ഇടുകയോ ഇങ്ങനെ അനാദരിക്കാൻ വേണ്ടി ഒരു പ്രവർത്തനം ചെയ്താൽ കാഫിറായി പോയിരിക്കുന്നു അവൻ. അതിലും അവരൊറ്റ പ്രവർത്തനത്തിലൂടെ അവൻ ഇസ്ലാമിൽ പുറത്തു പോയിരിക്കുന്നു. വലഇയാദു ബില്ലാഹ്. പാടില്ല. ആദരിക്കണം. ഖുർആനിനെ സുന്നത്തിനെ ആദരിക്കണം. അതിനോട് ബഹുമാനം വേണം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗതി നബി വലാ തജ്ഹറൂ ലഹു ബിൽഖൗലി കജഹരി ബഅദികും ലിബഅദിൻ അൻ തഹ്ബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ. മുഅ്മിനുകളെ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തിന് മുകളിൽ ശബ്ദമുയർത്തരുത് എന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞു. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ അറിയാതെ പൊളിഞ്ഞു പോകും. നബിയുടെ ശബ്ദത്തിന് മുകളിൽ ശബ്ദമുയർത്തൽ കൊണ്ട് പ്രവർത്തനം പൊളിഞ്ഞു പോകുമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾക്കെതിരിൽ സ്വന്തം താല്പര്യങ്ങൾ കൊണ്ടുവരുന്നവന്റെ സ്ഥിതി എന്തായിരിക്കും? നമ്മൾ പാലിച്ചിരിക്കേണ്ട, ശ്രദ്ധിച്ചിരിക്കേണ്ട
വിശ്വസിച്ചിരിക്കേണ്ട അഞ്ചാമത്തെ കാര്യം, അള്ളാഹുവിന്റെ വഹിയിലൂടെ അല്ലാതെ, അള്ളാഹുവിന്റെ വഹി അനുസരിച്ചല്ലാതെ വിജയത്തിലേക്ക്, പരലോകത്തെ രക്ഷയിലേക്ക്, സന്മാർഗത്തിലേക്ക് ഒരു വഴിയുമില്ല എന്ന് വിശ്വസിച്ചിരിക്കണം. സന്മാർഗത്തിന്റെ വഴിയുണ്ടോ, ഹുദാ ഉണ്ടോ, ഏതു മാത്രം? വഹി മാത്രം, അള്ളാഹുവിന്റെ വഹി മാത്രം. അതല്ലാതെ സന്മാർഗത്തിന്റെ വഴിയില്ല. അതല്ലാത്ത വഴികൾ പിശാചിന്റെ പിഴച്ച വഴികളാണ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫല യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ആരാണ് ഇസ്ലാം അല്ലാത്തതിനെ ദീനായി തേടിപ്പോകുന്നത്, അവനിൽ നിന്ന് അത് സ്വീകരിക്കപ്പെടുകയില്ല. നാളെ പരലോകത്ത് അവൻ നഷ്ടക്കാരിൽ അകപ്പെട്ടു പോകും. അതുകൊണ്ട് ഖുർആനിന്റെയും സുന്നത്തിന്റെയും വിശ്വാസമല്ലാത്തൊരു വിശ്വാസം ഒരാൾ സ്വീകരിച്ചാൽ അയാൾ നാളെ പരലോകത്ത് പരാജയത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന വഴിയല്ലാത്ത ഒരു വഴിയും ഇനി അള്ളാഹുവിലേക്കില്ല, സ്വർഗത്തിലേക്ക് ഇല്ല. സന്മാർഗം അത് മാത്രമാണ്. ഇവിടെ സഹോദരങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ ജനങ്ങൾ ആളുകളെ നന്നാക്കാൻ എന്നൊക്കെ പറഞ്ഞ് പലതും പറയാറുണ്ട്. ജനങ്ങൾക്ക് മോട്ടിവേഷൻ കൊടുക്കുകയാണ്, മോട്ടിവേഷൻ ക്ലാസ്സാണ്, ആളുകൾക്ക് ഗൈഡൻസ് കൊടുക്കുന്ന, അല്ലെങ്കിൽ ജനങ്ങളുടെ മാനസികമായ പ്രയാസങ്ങളൊക്കെ നീക്കുന്ന കൗൺസിലിങ്ങുകൾ നടത്തുകയാണ്. ഇവിടെയെല്ലാം ഇതുപോലുള്ള മേഖലകളിലെല്ലാം ഖുർആനും സുന്നത്തും അല്ലാത്തതുകൊണ്ട് ആരെങ്കിലും പരിഹാരം കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ അതുകൊണ്ട് പരിഹാരം ഉണ്ടാവുകയില്ല. ഇതുപോലുള്ള ക്ലാസ്സുകളിൽ സംസാരിക്കുന്ന പലരും പറയുന്നത് കാണാം, പലരുടെയും വാക്കുകൾ ഉദ്ധരിക്കുന്നത് കാണാം. മോട്ടിവേഷൻ ക്ലാസ്സാണ് മൂപ്പരെടുക്കുന്നത്. എന്നിട്ട് പറയും, ഇതാ വിൻസ്റ്റൺ ചർച്ചിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ബർണാഡ് ഷാ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, മറ്റാൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ ആളുകൾക്ക് മനോഹരമായി തോന്നുന്ന പല വാക്കുകളും കേൾപ്പിക്കും. അങ്ങനെയുള്ള ഏതേത് ഉപദേശങ്ങളുണ്ടോ നിങ്ങൾ മനസ്സിലാക്കുക, അതൊരു നല്ല ഉപദേശമാണോ എങ്കിൽ അതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് കിതാബിനും സുന്നത്തിനും കാണാൻ കഴിയും, ഖുർആനും സുന്നത്തിനും കാണാൻ കഴിയും. തീർച്ചയാണ്. അതേക്കുറിച്ച് വിവരമില്ലാത്തത് കൊണ്ടാണ് ഖുർആനും സുന്നത്തിലും വന്ന ഈ പ്രകാശത്തെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ് ആളുകൾക്ക് അതൊക്കെ കേൾക്കുമ്പോൾ എന്തൊരു മനോഹരമായ വാക്കാണത് എന്ന് തോന്നിപ്പോകുന്നത്. അറബിയിൽ ഒരു ഉദാഹരണം പറയാറുണ്ട്. ഒട്ടകത്തിന്റെ പുറത്ത് വെള്ളം വെച്ച് കെട്ടി അതിനെ യാത്രയാക്കി, അതിന്റെ ഉടമസ്ഥനെ നഷ്ടപ്പെട്ടു, ഇതിങ്ങനെ പോവുകയാണ്. സാധനം പോയി മരുഭൂമിയിലൂടെ പോയി ഇത് വെള്ളം കിട്ടാതെ ഈ ഒട്ടകം ചത്തുപോയി. അതിന്റെ പുറത്ത് മുഴുവൻ വെള്ളം വെച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്ത് കാര്യം, അതിനത് കുടിക്കാൻ സാധിക്കുകയില്ല. ഇതുപോലെയാണ് ഈ ദീനിലെ പലരുടെയും അവസ്ഥ. കാരണം അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ള വഹിയിൽ ഏറ്റവും നല്ല സന്മാർഗമുണ്ട്, ഏറ്റവും നല്ല നിന്നെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന, നന്മയിലേക്ക് നിനക്ക് താല്പര്യമുണ്ടാക്കി തരുന്ന എല്ലാ ഖൈറിലേക്കും നയിക്കുന്നത് കിതാബിലും സുന്നത്തിലുമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള വാക്കുകളിലുണ്ട്. അവരെ അത് എടുത്തത് കിതാബിലും സുന്നത്തിൽ നിന്നുമാണ്, മറ്റെവിടെ നിന്നെങ്കിലും അല്ല, ഒരിക്കലുമല്ല. പിന്നെയാണ് സഹോദരങ്ങളെ സിനിമാ കഥകളിലും മറ്റുമൊക്കെ ആളുകൾക്ക് മോട്ടിവേഷൻ ഉണ്ടാവുക, ആളുകളെ നന്നാക്കുന്ന വാക്കുകൾ ഉണ്ടാവുക. നോക്കൂ നിങ്ങൾ, ജനങ്ങളോട് മിമ്പറിൽ കയറി ഖുത്ബ പറഞ്ഞിരുന്ന പലരും ഇതുപോലെ ജനങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ സംസാരിച്ച് ഒടുവിൽ അവരെവിടെ എത്തി? സിനിമയുടെ കഥകൾ പറഞ്ഞ ആളുകളെ നന്നാക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, സുബ്ഹാനല്ലാഹ്. ഈ മയക്കുമരുന്നുകളും കഞ്ചാവും ഒക്കെ വലിച്ചിട്ട് തലയിൽ തോന്നിയത് എഴുതിയുണ്ടാക്കിയ സിനിമ, അതിലൂടെ എങ്ങനെയാണ് ആളുകൾ നന്നാവും? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ആരാണത് ഉണ്ടാക്കിയത്? ആരൊക്കെയാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? അവരുടെ ജീവിതം എന്താണ്? അവരുടെ ധാർമ്മികത എന്താണ്? അവരുടെ നിലവാരം എന്താണ്? അങ്ങനെയുള്ളവർ പണത്തിനു വേണ്ടി കാട്ടിക്കൂട്ടിയ കാര്യങ്ങളിൽ, അതിനിടയിൽ അവർ കൊണ്ടുവന്ന നഗ്നതകളിൽ, അള്ളാഹു വിലക്കിയ സംഗീതം അതിലുണ്ട്, ഹറാമുകൾ എമ്പാടും. എങ്ങനെയാണ് അതിലൂടെ ആളുകൾക്ക് നന്മയിലേക്ക് പ്രേരണ ഉണ്ടാവുക? ഒരിക്കലുമില്ല സഹോദരങ്ങളെ. ഞാൻ പറഞ്ഞു വന്നത്, ഇതുപോലുള്ള പലരും ഇങ്ങനെ ജനങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ സംസാരിക്കുന്ന പലരും
അവരുടെ സംസാരങ്ങളിൽ സിനിമയെക്കാളും അപകടം പിടിച്ച വേറെ ചിലതുണ്ട്. അത് മറന്നുപോകരുത്. അവര് വിളിക്കുന്ന സിനിമയേക്കാൾ അങ്ങേറ്റ അപകടം പിടിച്ചത് അതെന്താണ്? അവരുടെ സംസാരത്തിലിടക്ക് നിങ്ങൾക്ക് കാണാം മനുഷ്യർ തമ്മിൽ യാതൊരു അതിർവരമ്പുകളുമില്ല. പ്രളയം വന്നപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ വരച്ചു വെച്ച അതിർവരമ്പുകൾ, നമ്മൾ കയറരുത് എന്ന് എഴുതി വെച്ച ബോർഡുകൾ എല്ലാം ഒലിച്ചുപോയി. മനുഷ്യരെല്ലാം ഒന്നായി തീർന്നു. ഒരു അതിർവരമ്പുകളും വേണ്ടതില്ല എന്നാണ് ഈ ഖൗം പറഞ്ഞു വെക്കുന്നത്. അവരതിലൂടെ ഉദ്ദേശിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം ദീൻ തമ്മിലുള്ള അതിർവരമ്പുകളാണ്. ഇതേ ആളുകൾ സുബ്ഹാനല്ലാഹ് നോക്കൂ നിങ്ങൾ, മനുഷ്യർ വേലി കെട്ടിയുണ്ടാക്കിയ മറ്റേതെങ്കിലും അതിർവരമ്പുകൾ ഉണ്ട് എങ്കിൽ ആളുകൾ വേലി കെട്ടിയ അതിർവരമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനപ്പുറത്തെ നാട്ടിൽ ജീവിക്കുന്നവനൊക്കെ ശത്രുവാണ് എന്ന് പറയാൻ ഈ ആളുകൾക്ക് തന്നെ യാതൊരു മടി ഉണ്ടാവില്ല. എന്നാൽ നോക്കൂ, അള്ളാഹുവിന്റെ വഹി അനുസരിച്ച് ജീവിക്കുന്നവർ, അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന, അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നവർ, അവരല്ലാത്തവരും ഒരുപോലെയല്ല എന്ന് പറഞ്ഞാൽ അത് ഇവർക്ക് പ്രശ്നമാണ്. പിന്നെ എന്തിനാണ് അള്ളാഹുവിന്റെ നബിമാർ വന്നത്? എല്ലാ മനുഷ്യരും ഒന്നാണ്. പിന്നെ ഈ കഷ്ടപ്പാടൊക്കെ അള്ളാഹുവിന്റെ നബിമാർ അനുഭവിച്ചത് എന്തിനാണ്? അവരിൽ നിന്ന് പീഡനങ്ങളും പ്രയാസങ്ങളും, അവർ നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക്, മക്കയിൽ നിന്ന് മദീനയിലേക്ക്, അതിനു മുമ്പ് ഹബശയിലൊക്കെ സഹാബിമാർ പോകേണ്ടി വന്ന എന്തിനാണ്? നമ്മളൊക്കെ ഒന്നാണ്, നമ്മളൊന്നും യാതൊരു പ്രശ്നമില്ല, ഒരു അതിർവരമ്പുമില്ല എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ നബിമാരിൽ ശത്രുക്കൾ എതിർപ്പുയർത്താത്ത, കൊന്നുകളയുമെന്ന് പറയാത്ത, നാട്ടിൽ നിന്ന് പുറത്താക്കും, കല്ലെറിഞ്ഞോടിക്കും എന്ന് പറയാത്തവർ ആരാണുള്ളത്? ഏറ്റവും നല്ല സ്വഭാവം ഉണ്ടായിരുന്നവർ, അങ്ങനെയുള്ളവരല്ലേ നബിമാർ? പക്ഷെ സ്വന്തക്കാരവരെ കല്ലെറിഞ്ഞോടിക്കും എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഞങ്ങൾ നിങ്ങളും ഒന്നല്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ്. വ്യത്യാസമുണ്ട്, ഇത് ശരിയല്ല, ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, ഇങ്ങനെ ജീവിച്ചാൽ നിങ്ങൾ നഷ്ടത്തിലകപ്പെടും എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അപ്പൊ സഹോദരങ്ങളെ, കിതാബിന്റെയും സുന്നത്തിന്റെയും സന്മാർഗമല്ലാതെ വേറെ ഒരു സന്മാർഗമില്ല. ഇത് വിശ്വസിച്ചിരിക്കണം. ആറാമത്തെ കാര്യം, കിതാബിലും സുന്നത്തിലും വന്ന കാര്യങ്ങൾ ദുർവ്യാഖ്യാനങ്ങളില്ലാതെ സ്വീകരിക്കണം. അതിന്റെ ശരിയായ വ്യാഖ്യാനത്തിൽ സ്വീകരിക്കണം. അതെവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുക? ഖുർആനിന്റെ സുന്നത്തിന്റെ ആദ്യത്തെ അഭിസംബോധിതരാരാണോ അവരെങ്ങനെ മനസ്സിലാക്കി അതുപോലെ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത്, നല്ലവരായ മുൻഗാമികൾ, അവർ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം. അതുകൊണ്ടാണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, فإن آمنوا بمثل ما آمنتم به فقد اهتدوا وإن تولوا فإنما هم في شقاق فسيكفيكهم الله وهو السميع العليم. നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവർ വിശ്വസിച്ചിരുന്നുവെങ്കിൽ അവർ സന്മാർഗത്തിലായേനെ. അതിൽ നിന്ന് അവർ തിരിഞ്ഞു കളഞ്ഞാൽ അവർ പരസ്പരം കക്ഷി മത്സരത്തിനാണ്. നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവർ വിശ്വസിക്കണം. അള്ളാഹു നിങ്ങളെന്ന് വിളിച്ചാൽ അതിൽ ആദ്യം ഉൾപ്പെടുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരാണ്. അവർക്ക് തെറ്റുപറ്റിയാൽ തിരുത്താൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നു. നബി പറഞ്ഞിട്ടുണ്ട്, അവർ ആകാശത്തെ നക്ഷത്രങ്ങളെ പോലെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എന്റെ ഉമ്മത്തിന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഇങ്ങനെയാണ്, ആകാശത്തിൽ നക്ഷത്രങ്ങൾ എങ്ങനെയാണോ അതുപോലെയാണ് എന്റെ ഉമ്മത്തിന്, എന്റെ സഹാബത്ത്. നക്ഷത്രങ്ങൾ പോയാൽ ആകാശം തകരും, ഖിയാമത്ത് സംഭവിക്കും. എന്റെ സഹാബത്ത് പോയാൽ എന്റെ ഉമ്മത്തിന് അപകടങ്ങൾ വന്നുചേരും, അവർക്ക് താക്കീത് നൽകപ്പെട്ട കാര്യങ്ങൾ വന്നുചേരും. ഏഴാമത്തെ കാര്യം, അവസാനത്തെ കാര്യം, പ്രിയമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് കിതാബും സുന്നത്തും, ഈ മുകളിൽ പറഞ്ഞ 6 രൂപം നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഏഴാമത്തേത് സബാത്ത്, അതിൽ ഉറച്ചു നിൽക്കുക മരണം വരെ. അതിന് വിപരീതം എന്താണ്? കുറച്ചു കാലം നീ ഖുർആനിന്റെ സുന്നത്തിന്റെ ഈ ശരിയായ വഴിയുടെ ആളായി സഞ്ചരിച്ച് പിന്നെ തലതിരിഞ്ഞു പോവുക, പിന്നെ കുഫറിലേക്ക്, അല്ലെങ്കിൽ ബിദ്അത്തുകളിലേക്ക്, അല്ലെങ്കിൽ കടുത്ത തിന്മകളിലേക്ക് പോവുക. വലഇയാദു ബില്ലാഹ്, അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇസ്തിഖാമത്തുണ്ടായിരിക്കണം, അഥവാ ആ വഴിയിൽ ഉറച്ചു നിൽക്കണം. ഇന്നല്ലദീന ഖാലു റബ്ബുന അല്ലാഹ് സുമ്മ ഇസ്തഖാമു, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണെന്ന് പറയുകയും എന്നിട്ട് നേരെ ചൊവ്വേ ഇസ്തിഖാമത്ത് കൈക്കൊള്ളുകയും ചെയ്തവരാരോ, തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫു വലാ തഹ്സനു അബ്ശിറു ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ. മലായികത്ത് അവരുടെ മരണനേരത്ത് അവരുടെ അരികിൽ ഇറങ്ങി വന്നുകൊണ്ട് പറയും, നിങ്ങൾ ഭയപ്പെടരുത്, ദുഃഖിക്കരുത്,
നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം കൊണ്ട് സന്തോഷിച്ചുകൊള്ളുക, ഉറച്ചു നിൽക്കണം. അതിനുവേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യണം. രഹസ്യ ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഈ നമ്മുടെ ജീവിതത്തിൽ സിദ്ഖുണ്ടായിരിക്കണം, സത്യസന്ധത ഉണ്ടായിരിക്കണം. ദീനിലും നമ്മുടെ ദുനിയാവിന്റെ കാര്യങ്ങളിലുമെല്ലാം സത്യസന്ധത ഉണ്ടായിരിക്കണം. സബാത്താണ് ഏഴാമത്തെ കാര്യം. ഇനി സഹോദരങ്ങളെ, ഈ രണ്ട് നമ്മൾ കേട്ട വരികളിൽ ഇമാം അബൂബക്കർ ബിൻ അബി ദാവൂദ് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വലാ തകു ബിദ്ഇയ്യൻ. നോക്കൂ, വലാ തകു ബിദ്ഇയ്യൻ എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? ഒരു ബിദ്അത്തുകാരനാവരുത്. നോക്കൂ നിങ്ങൾ, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനെ സ്തുതിച്ചോളൂ. നിങ്ങൾ ബിദ്അത്തിനെതിരിൽ നമ്മൾ സംസാരിക്കുന്നുണ്ടോ, നിലകൊള്ളുന്നുണ്ടോ? മുൻഗാമികളുടെ പാരമ്പര്യവും മാതൃകയും നമുക്കുണ്ട്. ഇവർക്ക് എപ്പോഴും ഒരു ശിർക്ക്, ബിദ്അത്ത്, ശിർക്ക്, ബിദ്അത്ത് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് മുൻഗാമികളുടെ മാതൃകയാണ്. ഇത്രയും മുൻഗാമിയായ 3 4 നൂറ്റാണ്ടുകളിൽ ജീവിച്ച വലിയ മുഹദ്ദിസായ ഇമാം അബൂദാവൂദിന്റെ മകനായ ഇമാം പറയുക വലാ തകു ബിദ്ഇയ്യൻ, നീ ആരാകരുത്? ബിദ്അത്തുകാരനാകരുത്. ബിദ്അത്തുകൾക്കെതിരിൽ ജാഗ്രത കൈക്കൊള്ളുക, അതിനെതിരെ ആളുകൾക്ക് താക്കീത് നൽകുക, ബിദ്അത്തുകളെ തുറന്നു കാട്ടുക. ഇതെല്ലാം മുൻഗാമികളുടെ, നമ്മുടെ ഇമാമുമാരുടെ വഴിയാണ്. കാരണം ബിദ്അത്ത് ഈ ദീനിന് പുറത്താണ്. ബിദ്അത്ത് ഈ ദീനിൽ ഇല്ലാത്ത കാര്യമാണ്. അള്ളാഹു പൂർത്തിയാക്കിയ ദീൻ അതിൽ കുറവുകൾ ഉണ്ടെന്ന് അറിഞ്ഞോ അറിയാതെയോ ആരോപിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയ്യത്തിനെതിരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദീൻ പൂർണ്ണമായി നമുക്ക് എത്തിച്ചു തന്നിട്ടില്ല എന്ന് വാദിക്കലാണ്, അറിഞ്ഞോ അറിയാതെ. അതാണ് യഥാർത്ഥത്തിൽ അത്രയും വലിയ അപകടം ബിദ്അത്തിനുണ്ട്. അതുകൊണ്ടാണ് ബിദ്അത്തുകാരന് നാളെ പരലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദിൽ നിന്ന് കുടിക്കാനുള്ള അവസരം നഷ്ടപ്പെടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ പ്രസംഗങ്ങളിലും ബിദ്അത്തിനെതിരെ താക്കീതുണ്ട്, മുൻഗാമികളുടെ താക്കീത് അതിലുണ്ട്. അതുകൊണ്ട് ബിദ്അത്തുകളെ സൂക്ഷിക്കുകയും ബിദ്അത്തിനെതിരെ ആളുകൾക്ക് താക്കീത് നൽകുകയും ചെയ്യണമെന്ന പാഠം ഈ വരികളിലുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം നമുക്ക് വരുന്ന ദർസുകളിൽ വിശദീകരിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم. اللهم اغفر لنا ذنوبنا وارحمنا يا أرحم الراحمين. وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.